ആമുഖമൊന്നും കൂടാതെ ഒരു ചിന്ത പങ്കുവയ്ക്കുകയാണ്. ദൈവവചന ശുശ്രൂഷ ഒരു കോമഡി ഷോ അല്ല. ദൈവവചന ശുശ്രൂഷ ഒരു ഹാസ്യകലാ പ്രകടനമല്ല. ദൈവവചന ശുശ്രൂഷ വചന പഠനവും വചന വ്യാഖ്യാനവുമാണ്. അവിടെ പ്രത്യേകമായി ആ കാര്യം ശ്രദ്ധിക്കണം. ഞാൻ ട്രിവാൻഡ്രത്ത് താമസിക്കുന്ന അച്ഛനാണെങ്കിലും ഒറിജിനലി ഞങ്ങളൊക്കെ കുട്ടനാടുകാരാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലെ വലിയ പറമ്പില്ല, ചെറിയ ചെറിയ സ്ഥലമാണ്. അവിടെ ഒരു കാലത്ത് വലിയ മതിലുകളൊന്നുമില്ല. എല്ലാ വീട്ടുകാർക്കും അവരവരുടെ വീടിനോട് ചേർന്ന് ചെറിയ ചെറിയ കുളങ്ങളുണ്ട്. അതിനകത്ത് വളർത്തുന്നത് താറാവുകളെയാണ്. അതൊരു 50 താറാവ്, 100 താറാവ്, 15 താറാവ് ഒക്കെ ഓരോരുത്തരുടെ ശേഷി അനുസരിച്ച് ഉണ്ട്. വലിയ മതിലുകളൊന്നും ഇല്ലാത്ത കാലം. ഇപ്പോൾ അതൊക്കെ മാറി. അങ്ങനെ ഓരോ കുളത്തിലും കുറേ താറാവ് ഇങ്ങനെ കിടക്കും. പക്ഷെ ഇടയ്ക്ക് വെള്ളപ്പൊക്കം ഉണ്ടാകും. വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ അവിടെ എല്ലാം അങ്ങ് വെള്ളമാകും. എല്ലാ പറമ്പിലും വെള്ളം കയറും. വെള്ളം കയറുമ്പോൾ ഈ കുളത്തിൽ കിടന്ന താറാവും ആ കുളത്തിൽ കിടന്ന താറാവും ഞങ്ങളുടെ കണ്ടത്തിൽ കിടന്നതും അവൻ്റെ വഴിയിൽ കിടന്നതും എല്ലാം ഒന്നിച്ചാവും. ഈ താറാവുകളെല്ലാം കൂടെ ഒന്നിച്ച് ഇങ്ങനെ നീന്തി തുടിച്ച് നടക്കുന്നത് കാണാം. അപ്പോൾ വീട്ടുകാരൻ്റെ മനസ്സിൻ്റെ വെപ്രാളം, ഈ വെള്ളം താന്നു കഴിയുമ്പോൾ എൻ്റെ താറാവ് എൻ്റെ കുളത്തിൽ തന്നെ വരുമോ, കുളം തിരിച്ചറിയാതെ പോകുമോ എന്നുള്ളതാണ് പ്രശ്നം. ഈ എക്യുമെനിസത്തിനുമുള്ള ഒരു പ്രശ്നം അതാണ്. എന്ന് പറഞ്ഞാൽ ഈ കോഴഞ്ചേരിയിൽ എല്ലാ സഭാവിഭാഗങ്ങളും ഉണ്ട്. എല്ലാവരും അവരവരുടെ കുളത്തിൽ കുറേ താറാവിനെ വളർത്തുകയാണ്. അവിടെ 100 താറാവ്, അവിടെ 500 താറാവ്, മാർത്തോമാ സഭയിൽ കുറേ താറാവ്, CSI കുറേ താറാവ്, അങ്ങനെ ഓരോരുത്തരും അവരവരുടെ കുളത്തിൽ കുറേ താറാവുണ്ട്. ഈ താറാവുകളെല്ലാം അതാത് കുളത്തിൽ കിടന്ന് കലക്കവെള്ളം കുടിച്ച് അവിടെ കിടന്ന് അലമ്പുണ്ടാക്കി ക്രാ ബേളം ഉണ്ടാക്കിക്കൊണ്ട് നടക്കുക. പക്ഷേ ഒരാത്മാവിൻ്റെ ജലപ്രളയം ഉണ്ടാകുന്ന ഒരു ദിവസം ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകും. അപ്പോൾ കുളങ്ങളെല്ലാം നിവരും, എല്ലാവരും ആത്മാവിൽ ഒന്നാകുന്ന ഒരവസ്ഥയുണ്ടാകും. അതാണ് എക്യുമെനിസത്തിൻ്റെ ഫൈനൽ സ്റ്റേജ്. എക്യുമെനിസത്തിൻ്റെ ഫൈനൽ സ്റ്റേജ് അതാണ്. അപ്പോൾ എൻ്റെ താറാവ് എൻ്റെ കുളത്തിൽ തന്നെ വരുമോ, നിൻ്റെ വീട്ടിൽ ആവശ്യത്തിനുള്ള ഭക്ഷണം കൊടുത്താൽ ആ കുളത്തിൽ തന്നെ തിരിച്ചു വന്നോളും, പേടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അച്ഛന്മാർക്കൊക്കെ എക്യുമെനിസം എന്ന് പറയുമ്പോൾ പറയാൻ പേടിയാണ്. പറയാൻ മിനുസമുള്ളതും നടക്കാൻ പ്രയാസമുള്ളതുമായൊരു വാക്കാണ് എക്യുമെനിസം. എന്നാൽ ദൈവവചനത്തിന് അങ്ങനെ വ്യത്യാസമില്ല എന്നൊരു തിരിച്ചറിവ് നമ്മെ നയിക്കട്ടെ. ആമുഖം കൂടാതെ ഒരു ചിന്ത പങ്കുവയ്ക്കുകയാണ്. ഇന്ന് ലോകത്തിൽ എല്ലാ മനുഷ്യർക്കും എല്ലാ മേഖലയിലും അവനവന് പേര് കിട്ടണം, പ്രശസ്തി ഉണ്ടാകണം എന്നാഗ്രഹമുണ്ട്. ആഗ്രഹമില്ലാത്ത ആരുമില്ല, ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും അങ്ങനെ ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാറുമുണ്ട്. എന്നാൽ പല പേര് കിട്ടാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ശുശ്രൂഷകളുണ്ട്. അത് നിലനിൽക്കത്തില്ല, കുറച്ച് കഴിയുമ്പോൾ പൊട്ടിപ്പോകും. 2 ചെറിയ ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറയട്ടെ. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 17-ാം വാക്യം. ക്യാൻ യു റീഡ്? ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 17-ാമത്തെ വാക്യം. ബൈക്കിൽ കൂടെ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 4:17. കയീൻ തൻ്റെ ഭാര്യയെ പരിഗ്രഹിച്ചു, അവൾ ഗർഭം ധരിച്ചു ഹാനോക്കിനെ പ്രസവിച്ചു. അവൻ ഒരു പട്ടണം പണിതു. ഹാനോക്ക് ഇതു തൻ്റെ മകൻ്റെ പേര്. കയീൻ തൻ്റെ ഭാര്യയെ പരിഗ്രഹിച്ചു, ഒരു മകൻ്റെ പേര് ഹാനോക്ക്. അവനൊരു പട്ടണം പണിതു, എന്നിട്ട് ആ പട്ടണത്തിന് മോൻ്റെ പേരിട്ട് കൊടുത്തു. എന്നും ഈ പേര് നിലനിൽക്കാൻ വേണ്ടിയാണ് മകൻ്റെ പേര് പട്ടണത്തിനിട്ടത്. പക്ഷേ ഇന്ന് ലോക ചരിത്രത്തിൽ ഹാനോക്ക് എന്നൊരു പട്ടണമില്ല. അങ്ങനെ പേര് കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്, പക്ഷെ അങ്ങനെ ഒരു പേര് ഇന്ന് ലോകത്തിലില്ല. 2 ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 4-ാം വാക്യം. 2-ാമത്തെ സംഭവം ഉൽപ്പത്തി 11:4. വരുവീൻ, നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക, നമുക്ക് ഒരു പേരുണ്ടാക്കുക എന്ന് അവർ പറഞ്ഞു. വാ, നമുക്ക് ആകാശത്തോളം
ഉയരത്തോളം എത്തുന്ന ആകാശത്തോളം ഉയരമുള്ളൊരു ഗോപുരം പണിയാം. അങ്ങനെ അവർ പണിതു. ആ ഗോപുരമാണ് ബാബേൽ ഗോപുരം. എന്തിനാണ് ആ ഗോപുരം പണിയുന്നത്? അവിടെ പറഞ്ഞിട്ടുണ്ട്, വരുവീൻ നമുക്ക് ആകാശത്തോളം ഉയരുന്നൊരു ഗോപുരം ഉണ്ടാക്കാം. എന്തിന്? ഈ വായിച്ച വേദഭാഗം നിങ്ങൾ ശ്രദ്ധിക്കട്ടെ, ചുമ്മാ കേട്ടോണ്ടിരിക്കില്ല. ആകാശത്തോളം ഉയരുന്ന ഒരു ഗോപുരം ഉണ്ടാക്കാം. അങ്ങനെ എന്നോട് വായിക്കാം ആ വാക്യം പ്ലീസ്. നിങ്ങൾ എൻ്റെ കൂടെ വരണേ, ശ്രദ്ധിച്ചോണം. ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം ഉണ്ടാക്കാം. എന്തിന്? 11-ാമത്തെ അധ്യായം 4-ാം വാക്യം വായിച്ചത്. വാക്യം പോയോ? അങ്ങനെ നമുക്ക് ഒരു പേരുണ്ടാക്കാം. അപ്പോൾ ഗോപുരം പണിയുന്നത് എന്തിന്? ആരെയും നന്നാക്കാനും വേണ്ടിയല്ല, ആരുടെയും നന്മയ്ക്ക് വേണ്ടിയല്ല, പിന്നെ നമുക്കൊരു പേര് കിട്ടാൻ വേണ്ടി ഒരു ഗോപുരം ഉണ്ടാക്കാം. അങ്ങനെയാണ് ലോകത്തിൽ ആദ്യത്തെ ഗോപുരം ഉണ്ടാക്കി. അത് മുകളിലോട്ട് പണിതു. മണ്ടയ്ക്ക് വന്നപ്പോൾ പൊട്ടിപ്പോയി. ആ ദൈവം പൊട്ടിച്ചു കളഞ്ഞു. നല്ല ഉദ്ദേശത്തോടെ അല്ലെങ്കിൽ ഒന്നുകിൽ തന്നെത്താൻ പൊട്ടിപ്പോവും, അല്ലെങ്കിൽ ഉടയവൻ പൊട്ടിച്ചു കളയും. ഇതാണ് പ്രശ്നം. ഇത് രണ്ടും പേരുണ്ടാക്കാൻ വേണ്ടി ചെയ്ത ശുശ്രൂഷകളാണ്. പക്ഷേ രണ്ടും ഇല്ലാതായിപ്പോയി. എന്നാൽ ലോകത്തിലെല്ലാ നല്ല കാര്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. എല്ലാ വിശുദ്ധന്മാർക്കും പേരുണ്ട്. നമ്മൾ ഓർക്കുന്ന പരിമല തിരുമേനിക്കും ബാക്കിയുള്ളവർക്കെല്ലാവരുടെയും പേരുകൾ ലോകം മുഴുവൻ പ്രസിദ്ധമാണ്. പക്ഷേ അവരുടെ ശുശ്രൂഷകളൊന്നും പേര് കിട്ടാൻ ചെയ്ത ശുശ്രൂഷയല്ല. നീ നിൻ്റെ ശുശ്രൂഷകൾ നിറപടിയായി ചെയ്യുമ്പോൾ പേര് തന്നെത്താൻ വന്നുകൊള്ളും. നീ നിൻ്റെ ശുശ്രൂഷകൾ നിറപടിയായും സത്യസന്ധമായും ചെയ്യുമ്പോൾ പേര് തന്നെത്താൻ വന്നുകൊള്ളും. അല്ല, പേരിന് വേണ്ടി ഉണ്ടാക്കുന്ന പ്രസ്ഥാനങ്ങൾ ഇല്ലാതായി പോവും, പൊളിഞ്ഞു പോവും. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്ന വിഷയം അതാണ്. പേരില്ലാത്തവരുടെ പെരുമയാർന്ന ശുശ്രൂഷ. പേരില്ലാത്ത ചില ആളുകളുടെ പെരുമയുള്ള ശുശ്രൂഷകൾ. നമ്മുടെ സെൻട്രൽ ട്രാവൻകൂറിലുള്ള ഒരു സ്ഥലത്ത്, മാക്കങ്കുന്നിലല്ല, വേറൊരു സ്ഥലത്ത് ഞാൻ സ്ഥിരമായി വർഷങ്ങളായി പ്രസംഗിക്കാൻ പോകുന്നൊരു സ്ഥലം. എല്ലാ വർഷവും പ്രസംഗത്തിന് ചെല്ലുമ്പോൾ, സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല, അവിടെ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ഒരു മനുഷ്യനെ സ്ഥിരം കാണാറുണ്ട്. അയാളെ സ്ഥിരം ശ്രദ്ധിക്കാറുള്ളതിൻ്റെ കാരണം ഒരു വികലാംഗനായ മനുഷ്യനാണ്. പക്ഷെ അയാൾ എല്ലാ ദിവസവും അവിടെ വന്നിരിക്കും. കയ്യിലൊരു വേദപുസ്തകം കാണും, ഒരു നോട്ട് ബുക്ക് കാണും, അവിടെ വന്നിരുന്നെല്ലാം കുറിച്ച് വെക്കും. അങ്ങനെ വർഷങ്ങളായിട്ട് കാണുന്നതാണ്. ഞാൻ ഈ കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് അവിടെ ചെന്നപ്പോൾ അയാളെ കണ്ടില്ല. ഞാൻ പള്ളിയിലെ അച്ഛനോട് ചോദിച്ചു, അച്ഛ, ആ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ആൾ അയാളില്ലേ? അപ്പോൾ അച്ഛൻ പറഞ്ഞു, പുള്ളി സുഖമില്ല, കിടപ്പ. അച്ഛൻ പ്രസംഗം കഴിഞ്ഞിട്ട് ഒരു വീട്ടിലാണ് ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ പോകുന്ന ആ വീടിൻ്റെ അതിൻ്റെ അടുത്ത് അപ്പുറത്താണ് അയാളുടെ വീട്. അച്ഛൻ ചോദിച്ചു, അയാളുടെ വീട് ഇവിടെ? സുഖമില്ല, പുള്ളി കിടക്കുക. എനിക്ക് രാത്രി ട്രിവാൻഡ്രത്തിന് തിരിച്ചു പോകണം. പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞു, നമുക്കവിടെ പോകുന്ന വഴിക്ക് ഒന്ന് കയറിയിട്ട് പോകാം. ഒരു ഒറ്റയടി പാതയിലൂടെ ഒരു വരമ്പിൻ്റെ ഇതിലൂടെ നടന്ന് അവിടെ ചെന്നു. അവിടെ ചെല്ലുമ്പോൾ ഒരു 40 വോൾട്ടുള്ള ബൾബ് അവിടെ കത്തിക്കിടപ്പുണ്ട്. ഒരു ചെറിയ വീട്. ഞാനും അച്ഛനും കൂടെ അവിടെ ചെല്ലുമ്പോൾ അയാൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക വീടിനകത്തിരുന്ന്. അത് കേൾക്കാം പുറത്ത് നിന്ന്. ഞാൻ പറഞ്ഞു, ഡിസ്റ്റർബ് ചെയ്യേണ്ട, അയാളുടെ പ്രാർത്ഥന തീരാറായി. അവിടെ വിറ്റ് തിണ്ണേ കിടന്ന ഒരു 2 സ്റ്റൂളുണ്ട്, ഞങ്ങളവിടെ ഇരുന്നു. അയാളുടെ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നതിനും അയാൾ പറയാണ്, കർത്താവേ, ഇന്ന് ഞങ്ങളുടെ പള്ളിയിൽ പ്രസംഗിക്കാൻ വരുന്ന കറുകലച്ചനെ അനുഗ്രഹിക്കണേ. അയാൾ എന്നെ കണ്ടുകൊണ്ട് പറഞ്ഞതല്ല, ഞാൻ അവരുടെ വീട്ടിൽ ചെല്ലുമെന്നൊന്നും അറിഞ്ഞുകൊണ്ട് പറഞ്ഞതല്ല. അന്ന് രാത്രി ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി. പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവന്മാരൊന്നുമല്ല നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പേരില്ലാത്ത, യാതൊരു പേരും പ്രശസ്തിയില്ലാത്ത ഇതുപോലുള്ള ധാരാളം അത്തപ്പാടികളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഞാനും നിങ്ങളും ഈ സഭയും നിലനിൽക്കുന്നത്. ഒരു പേരില്ലാത്ത, ഒരു പേരുമില്ലാത്ത പള്ളിയിലെ ആരാധന കഴിയുമ്പോൾ അച്ഛന്മാർ പറയുന്നു, നിങ്ങൾ സമാധാനത്തോടുകൂടെ പോകുവിൻ, എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. സത്യസന്ധമായി പറയാം, എത്ര പേര് വീട്ടിൽ ചെന്ന് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്? അന്ന് അച്ഛൻ ചെയ്ത ശുശ്രൂഷയ്ക്ക് വേണ്ടി അച്ഛനെ ഫ്രൈ ചെയ്യുന്നതല്ലാതെ വീട്ടിൽ ചെന്ന്
അച്ഛൻ ഫ്രൈ ആണെന്ന്. ഈ അച്ഛനെ ഫ്രൈ ചെയ്യുന്നതല്ലാതെ എന്നാലും ഒരു അച്ഛൻ പറഞ്ഞു പോലെ ഇവൻ പ്രാർത്ഥിച്ചില്ലേലും വേണ്ടിയല്ല, അലമ്പുണ്ടാക്കി അതങ്ങ് പോയാൽ മതിയായിരുന്നു. ഇവിടെയാണ് പേരില്ലാത്തവരുടെ പെരുമയാർന്ന ശുശ്രൂഷകൾ. ഇന്ന് രാത്രി ദൈവവചനം പ്രതിപാദിക്കുന്ന പേരില്ലാത്ത ചിലരുടെ ശുശ്രൂഷയെക്കുറിച്ചാണ് പ്രതിപാദ്യം. 6 കാര്യങ്ങൾ. 1, യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 14 വരെ. അതിലെ ആദ്യത്തെ 1-2 വാക്യം വായിച്ചാൽ മതി, നിങ്ങൾക്ക് കാണാതറിയാവുന്നൊരു ഭാഗമാണ്. മത്തായി സുവിശേഷം 14-ാം അധ്യായം 15-ാമത്തെ വാക്യം. ഇതിലെ ഏതെങ്കിലും ഒരു ഭാഗം വായിച്ചു, 2-3 വാക്യം വായിച്ചാൽ മതി. യോഹന്നാൻ 6-ാം അധ്യായം 1 മുതൽ 14 വരെ, അല്ലെങ്കിൽ മത്തായി 14-15. അനന്തരം യേശു തിബരിയാസ് എന്ന ഗലീല കടലിലെ അക്കരയ്ക്ക് പോയി. അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവൻ്റെ പിന്നാലെ ചെന്നു. യേശു മലയിൽ കയറി ശിഷ്യന്മാരോട് കൂടെ അവിടെ ഇരുന്നു. യഹൂദന്മാരുടെ പെസഹാ പെരുന്നാൾ അടുത്തിരുന്നു. യേശു വലിയൊരു പുരുഷാരം തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചു. ഇത് അവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത്. താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരിക്കുന്നു. ഫിലിപ്പോസ് അവനോട്, ഓരോരുത്തന് അല്പം അല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകിയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ശിഷ്യന്മാരിൽ ഒരുത്തനായ ശീമോൻ പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയോസ് അവനോട്, ഇവിടെ ഒരു ബാലനുണ്ട്, അവൻ്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനും ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ അറിയാവുന്ന സംഭവമാണ്. 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചു. ഇനി ഞാനതൊന്നും പറയുന്നില്ല. വേദപുസ്തകത്തിലെ 4 സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തുന്ന സംഭവമാണ്. 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചു. ഈ സംഭവത്തിൽ കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, 3 ദിവസമായിട്ട് ഇവരിവിടെ ഇരിക്കുക, ദൈവവചനം കേൾക്കാനിരിക്കുക, അവർക്ക് വിശക്കും, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഇവർക്കെല്ലാം കഴിക്കാൻ കൊടുക്കുക. ശിഷ്യന്മാരിൽ പറഞ്ഞു, കർത്താവേ, ഈ സ്ഥലം മരുഭൂമിയാണ്, നേരവും വളരെ വൈകി, ഇത് മരുഭൂമിയാണ്, ഒരു തട്ടുകട പോലുമുള്ള സ്ഥലമല്ല, നേരവും വൈകി, എത്രയും പെട്ടെന്ന് ഇവരെ പറഞ്ഞു വിട് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇവന്മാർക്ക് കഴിക്കാൻ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങളെക്കൊണ്ട് പറ്റില്ല, പൊല്ലാപ്പ് ഓടിക്കാതെ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിട്. പക്ഷേ യേശു പറഞ്ഞു, നിങ്ങൾ അവർക്ക് കഴിക്കാൻ കൊടുപ്പേൻ. നിങ്ങൾക്ക് സംഭവം അറിയാം, ഒരു സാധനമില്ല. അപ്പോൾ ഒരുത്തൻ അവിടുത്തെ കണക്കപ്പിള്ളയായ ഫിലിപ്പോസ് പറഞ്ഞു, കർത്താവേ, ഇവർക്കെല്ലാം ഒരു ശൈലിച്ച് അപ്പം കൊടുക്കണമെങ്കിൽ, അല്പം അപ്പം കൊടുക്കണമെങ്കിൽ, വയറ് നിറച്ചൊന്നും കൊടുക്കണമെങ്കിൽ തന്നെ എത്ര കാശാവുമെന്നറിയാമോ? അവൻ പെട്ടെന്ന് മനക്കണക്ക് ഓടിയിട്ട് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നടക്കത്തില്ലെന്നർത്ഥം. അത് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ കയ്യിൽ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അപ്പോൾ ഒരുത്തൻ അന്ത്രയോസ്, ആളുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ് അന്ത്രയോസ്. അന്ത്രയോസ് പറഞ്ഞു, ഇവിടെ ഒരു പയ്യനുണ്ട്, ഒരു ബാലകൻ, അവൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട്, അത് കൊണ്ടുവന്നു, വാഴ്ത്തി നുറുക്കി കൊടുത്തു. 5000 പേർക്ക് പുരുഷന്മാർ തന്നെ ഭക്ഷിച്ചു, ബാക്കി 12 കുട്ടയെടുത്തു. ഈ സംഭവം എല്ലാവർക്കും അറിയാം. ഇതിൽ നിന്ന് നാം ഉൾക്കൊള്ളുന്ന ചില പാഠങ്ങൾ മാത്രം ഓർപ്പിക്കട്ടെ. 1, 5 അപ്പം കൊണ്ട് 5000 പോഴിപ്പിച്ച സംഭവം എല്ലാവർക്കും അറിയാം, കർത്താവ് അത്ഭുതം ചെയ്തെന്നറിയാം, എല്ലാം അറിയാം. പക്ഷേ ഈ 5 അപ്പവും 2 മീനും കൊണ്ടുവന്ന ബാലൻ, അവനാണ് എൻ്റെ കഥാപാത്രം. അവനൊരു സാധു കുടുംബത്തിലെ ബാലനായിരുന്നു. അവൻ സാധു കുടുംബമാണെന്ന് അച്ഛനോട് ആര് പറഞ്ഞു? അവൻ കൊണ്ടുവന്ന ആഹാര സാധനം നോക്കിയാൽ മതി. അവൻ കൊണ്ടുവന്ന അപ്പം യവത്തപ്പമാണ്. പാവപ്പെട്ടവൻ്റെയും അത്താഴപ്പട്ടണിക്കാരൻ്റെയും ഭക്ഷണ പദാർത്ഥമായിരുന്നു യവം. അന്ന് കാശുള്ളവൻ മറ്റ് ആഹാര സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ, നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് ചോറും കഞ്ഞിയൊന്നും നിവൃത്തിയില്ലാത്തവൻ്റെ ഭക്ഷണമായിരുന്നു എന്ത്? കപ്പയും സാധനങ്ങളൊക്കെ. ഇപ്പോൾ ഇത് 5 സ്റ്റാറിലെ ഭക്ഷണമായെങ്കിലും ഒരു കാലത്ത് അത് ദരിദ്രം പിടിച്ച മനുഷ്യരുടെ ഭക്ഷണമായിരുന്നു. അപ്പോൾ ഇവൻ കൊണ്ടുവന്ന ഭക്ഷണ സാധനം കണ്ടാൽ അറിയാം ഇവൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന്. ഇവനൊരു സാധു കുടുംബത്തിലെ ബാലനായിരുന്നു. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ച, ഗോതമ്പിനേക്കാൾ 1/3 വിലയേ ഉള്ളൂ യവത്തിന്. അതുകൊണ്ടാണ് യവം കൊണ്ടുള്ള അപ്പമാണ് അവനെ വീട്ടിൽ നിന്ന് കഴിക്കാൻ കൊടുത്തു വിട്ടത്. സമ്പന്നത ഇവൻ്റെ വീട്ടിൽ നിന്നാണ്. ഇവനാണ് ഇവിടെ ദൈവസന്നിധിയെ വചനം കേൾക്കാൻ വന്നിരിക്കുന്നത്. 1, സാധു കുടുംബത്തിലെ ബാലൻ. 2, അവനെ 3 ദിവസമായി ദൈവവചനം കേൾക്കാൻ പറഞ്ഞു വിട്ട അപ്പനും അമ്മയുണ്ട്.
ഒരു കാലത്ത് ഇവിടെ ഇരിക്കുന്ന മുതിർന്നവർക്കൊക്കെ അറിയാം, പള്ളി കൺവെൻഷൻ നടന്നാൽ, പള്ളിയിൽ വിശുദ്ധ കുർബാന നടന്നാൽ പള്ളിയിൽ പോകാൻ നമ്മുടെ മാതാപിതാക്കൾ പറഞ്ഞു വിടും. അവിടെ ഓപ്ഷനൊന്നുമില്ല. എന്താ, ഇന്ന് പോകണോ അമ്മേ? ചോദ്യമില്ല. കൺവെൻഷന് പോകണോ? ചോദ്യമില്ല. ഞാനൊക്കെ ഈ ശുശ്രൂഷയിൽ ഇറങ്ങുന്ന സമയത്ത് കൺവെൻഷൻ യോഗങ്ങളിൽ ചെല്ലുമ്പോൾ കാണാം, അവിടെയെല്ലാം തറയിൽ അവിടെ ഓലയെല്ലാം ഇടഞ്ഞെടുക്കുന്ന ഓല കീറിട്ട് ഏകദേശം ഒരു പകുതിയോളം സ്ഥലങ്ങളിൽ പിള്ളേരാണ്, ചെറുപ്പക്കാർ പിള്ളേരാണ്. ഞങ്ങൾ പിള്ളേരൊക്കെ അവിടെ പോയി ഇരുന്ന് മുമ്പിൽ ഇങ്ങനെ കുത്തിയിരിക്കും. പറയുന്നൊന്ന് മനസ്സിലായാലും മനസ്സിലായില്ലേലും അവിടെ കുത്തിയിരിക്കും. അവിടെ പോയേ പറ്റത്തുള്ളായിരുന്നു, അവിടെ ഓപ്ഷൻ ഇല്ലായിരുന്നു. ഇന്ന് കൺവെൻഷൻ യോഗങ്ങളിൽ ഇവിടെ മുൻപിലുമില്ല, പുറകിലുമില്ല, പിള്ളേരുമില്ല, ചെറുപ്പക്കാരുമില്ല. അവൻ്റെ കുഴപ്പമല്ല, അവൻ ഇവിടെ ഇല്ല. പിന്നെ അവൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേ വലിഞ്ഞു. പിന്നെ അവൻ ഇവിടെ വന്ന് ഇത് കേൾക്കാനായിട്ട് അവൻ അതും കളഞ്ഞിട്ട് ഇവിടെ നിന്ന് UK നിന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് ഇവിടെ വന്ന് ഇരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ അവരെ പറഞ്ഞു വിടുന്ന പേരൻസ്, ഇവിടെ കറിവേലച്ചൻ മെസ്സേജ് കൊടുക്കുന്ന സമയത്ത് അവനവിടെ പെരയ്ക്കാത്തിരുന്ന് വെറുതെ ചുമ്മാ ഇരിക്കുന്നവന്മാരുണ്ട്. വെറുതെ ഇരിക്കുന്നു, അവനവിടെ ഇരുന്ന് മെസ്സേജ് വിട്ടുകൊണ്ടിരിക്കുക. അന്നേരം ഇയാളുടെ മെസ്സേജ്. ഇവിടെയാണ് നാം കണ്ടുമുട്ടുന്ന പ്രധാനപ്പെട്ട സംഗതി. മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവവചനം കേൾക്കാൻ പറഞ്ഞു വിടുന്ന പേരൻസ്. ഈ പയ്യനെ 3 ദിവസമായിട്ട് ദൈവവചനം കേൾക്കാൻ പറഞ്ഞു വിട്ട അവൻ്റെ പേരൻസ്. മൂന്നാമത് നമ്മൾ കാണുന്നത്, ആ പയ്യൻ, അവൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട്. ഇതാരാ പറഞ്ഞേ? ഇതുണ്ടെന്ന് പറഞ്ഞാര്? അന്ത്രയോസ്. ഇയാളോട് ആര് പറഞ്ഞുകൊണ്ടെന്ന്? ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടെന്ന് എനിക്കറിയാമോ? പക്ഷേ അതാണ് അവൻ്റെ പ്രത്യേകത. ആ പയ്യനിങ്ങനെ നിൽക്കും, നടന്നു. അവിടെ വരുന്ന ആത്മീയ നേതാക്കന്മാരാണ് ഇവർക്ക്. ആത്മീയ നേതാക്കന്മാരുടെ സംസർഗമുള്ള ചെറുപ്പക്കാരൻ. നമ്മുടെ പയ്യന്മാർക്കും പെൺപിള്ളേർക്കൊക്കെ ഇന്ന് നാട്ടുകാരോടെല്ലാം ഭയങ്കര സമ്പർക്കമാണ്, ലോകക്കാരോടെല്ലാം ഭയങ്കര സംസർഗമാണ്. പക്ഷെ ആത്മീയ നേതാക്കളോടോ അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളിലോ യാതൊരു കമ്മ്യൂണിക്കേഷനില്ല. അപ്പോൾ ഇവനിങ്ങനെ നടന്നു. അന്ത്രയോസിനോട് ചോദിച്ചു. അന്ത്രയോസ് ചോദിച്ചു, എന്താണ് മോനെ കയ്യിൽ? അങ്കിളെ, അതെ, എനിക്ക് വീട്ടിൽ നിന്ന് കഴിക്കാൻ അമ്മ എന്ന് വിട്ടത് 5 അപ്പമുണ്ട് 2 മീനും ഉണ്ട്. ഇങ്ങനെ വിവരം കിട്ടിയതാണ്, അല്ലാതെ അവൻ സ്കാൻ ചെയ്ത് നോക്കിയൊന്നുമല്ല. അങ്ങനെ ആത്മീയ നേതാക്കളോട് സംസർഗമുള്ള ചെറുപ്പക്കാർ. നമ്മുടെ ചെറുപ്പക്കാർ പിള്ളേരൊക്കെ ഇന്ന് ഭയങ്കര മിടുക്കന്മാരാണ്, എല്ലാ മേഖലയിലുമുള്ള സമർത്ഥന്മാരാണ്. പക്ഷേ സത്യം പറയാമല്ലോ, ഞാൻ ഈ ഇന്ത്യക്ക് വെളിയിൽ ഒരു സ്ഥലത്ത് ഈ കഴിഞ്ഞ ഇടയ്ക്ക് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ പള്ളിയിൽ അവിടുത്തെ പ്രസംഗം എല്ലാം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു ഗ്രഹനാഥനോടും, അച്ഛൻ ഞങ്ങളുടെ വീട്ടിലൊന്ന് കയറിയിട്ട് പോകണമെന്ന്. ഞാൻ സാധാരണ എവിടെയെങ്കിലും പോയാൽ അന്ന് രാത്രി പോകാൻ പറ്റുമെങ്കിൽ വീട്ടിൽ തിരിച്ചു പോകുന്ന ആളാണ്. ഈ ജേക്കബിനൊക്കെ അറിയാം. ഞാൻ മസ്കറ്റിലേക്ക് പോയി പ്രസംഗിച്ചിട്ട് അന്ന് രാത്രി വണ്ടി ഉണ്ടെങ്കിൽ രാത്രി കയറി പോകുന്ന ആളാണ്. അവിടെ കറങ്ങി നടക്കുന്നത് എനിക്കിഷ്ടമല്ല, അങ്ങനെ ചെയ്യാറുമില്ല. പക്ഷേ അവിടെ അയാൾ പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കയറിയിട്ട് പോകണേ വെച്ചു. ഓക്കെ. ഞാനവിടെ വീട്ടിൽ ചെല്ലുമ്പോൾ പുള്ളിക്കാരൻ മോനുണ്ട്, 15 വയസ്സുള്ളൊരു പയ്യൻ. അവനോട് പറഞ്ഞു, എടാ നമ്മുടെ ട്രിവാൻഡ്രത്തെ അച്ഛൻ വരുമെന്ന്. അപ്പോൾ അച്ഛൻ വരുമ്പോൾ നീ അച്ഛനെ റിസീവ് ചെയ്യണേ, ഞാനിവിടെ അച്ഛനെ കുടിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കാം. അവൻ്റെ അമ്മയോടില്ല. ഞാൻ അവിടുന്ന് ലിഫ്റ്റിൽ കയറി മുകളിലോട്ട് ചെന്നപ്പോഴേ അവിടെ തുറന്നപ്പോഴേ ഈ പയ്യൻ നല്ല മിടുക്കനായിട്ടൊരു പയ്യൻ ഒരു നിക്കറൊക്കെ ഇട്ട് അവിടെ നിൽപ്പുണ്ട്. അവൻ എന്നെ കണ്ട ഉടനെ ഹായ് ബ്രോ എന്ന് പറഞ്ഞ് അവൻ എൻ്റെ വയറ് ഒറ്റ ഇടി. അവൻ എന്നെ റിസീവ് ചെയ്ത, സ്നേഹമായിട്ട് റിസീവ് ചെയ്താണ്. അവനാ ഇടി കൊണ്ട് 3 ദിവസമായി ഞാൻ പിന്നെ നേരെ നിന്നിട്ട് ഹായ് ബ്രോ. അവൻ എന്നെ സ്വീകരിച്ചതാണ്. അവൻ്റെ കുഴപ്പമല്ല, അവന് പരിചയമില്ല. എങ്ങനെയാണ് ഇടപെടുന്നത് അറിഞ്ഞുകൂടാ. ഒരു വീട് വിസിറ്റ് ചെയ്യാൻ ചെന്നു. അപ്പോൾ അവിടെ ഒരു പയ്യൻ മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിച്ചു, അച്ചോ ഇവിടെ ആരും ഇല്ല അച്ചോ? ഇവിടെ ആരും ഇല്ലേ? ഇല്ല. പിന്നെ നീ ഇവിടുത്തെയാ? അല്ല, ഞാൻ ഇവിടുത്തെ ആണേലും എന്താ വന്നതെന്ന് ചോദിക്കാനോ കയറി ഇരിക്കാൻ പറയാനോ പോലും ബോധമില്ലാത്തവരായി പോയി നമ്മുടെ പിള്ളേർ പലരും. മിടുക്കന്മാരാണ് അവർ, പല മേഖലയിലെയും സമർത്ഥന്മാരാണ്. പക്ഷേ ആത്മീയ മേഖലകളിൽ ആത്മീയ സംസർഗമില്ലാത്ത കുഞ്ഞുങ്ങൾ. പിന്നെ ആകെയുള്ളത് ഏതെങ്കിലും തിരുമേനിമാരെ കണ്ട് അവരുടെ കൂടെ നിന്നൊരു സെൽഫി എടുത്ത് ഫോട്ടോ എടുത്ത് ലോകക്കാരെ ഇടാന്നല്ലാതെ വേറെ യാതൊരു സംസർഗമില്ലാത്ത സമൂഹം. ഇവിടെയാണ് നമ്മൾ കാണുന്നത്. ഈ പയ്യൻ അവൻ ആത്മീയ നേതാക്കളുടെ സംസർഗമുള്ളവനായിരുന്നു. അതുകൊണ്ടാണ് അവൻ്റെ കയ്യിലിരുന്ന അപ്പവും മീൻ്റെയും കഥ പഠിച്ചത്.
മോനെ എടാ, നമ്മൾ പറഞ്ഞില്ലേ നിൻ്റെ കയ്യിൽ ആ അപ്പവും 2 മീനും ഇല്ലേ, അതിഞ്ഞ് കൊണ്ടുപോടാ, അതിഞ്ഞതാ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളോടോ എന്നോടോ ചോദിച്ചാൽ നമ്മളെന്ത് പറഞ്ഞേനെ? നമ്മൾ വലിയ ന്യായവും വകുപ്പൊക്കെ പറയുമല്ലോ, എന്താ പറയും? എന്നോട് ചോദിച്ചാൽ ഞാൻ കൊടുക്കത്തില്ല. അഥവാ നിവർത്തിയില്ലേ പറയാം, അങ്കിളെ ഞാനൊരു എന്നാൽ ഒരു 2 അപ്പവും 1 മീനും തരാം, ബാക്കി എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ. ഇത് കൂടുതലൊന്നും ഒരുത്തനും കൊടുക്കാൻ പോകുന്നില്ല. എടാ കുഞ്ഞെ, നീ ഇത് കൊടുത്താൽ പിന്നെ നിൻ്റെ കാര്യം എങ്ങനെയാണ്? അവൻ്റെ കാര്യം അവൻ കൊടുക്കുകയാണ്, അവൻ്റെ കയ്യിലുള്ളത് മുഴുവൻ കൊടുക്കുകയാണ്. അവൻ മുഴുവൻ കൊടുത്തിട്ട് 5000 പേർക്ക് തീറ്റി കൊടുത്തു. അപ്പോൾ അതിലെ 5000-ത്തിലെ ഒരുത്തനായി ഇവൻ, ഞാൻ കൊടുത്ത അപ്പവും മീനും കൊണ്ട് അനേകർക്ക് പ്രയോജനം ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ, അതാണ് അവൻ്റെ ശുശ്രൂഷ. ഇത്രയും ചെയ്ത ഈ 5 അപ്പവും 5000-ത്തിൻ്റെ കഥ എല്ലാവർക്കും അറിയാം. ഇത് കണക്ക് പറഞ്ഞ ഫിലിപ്പോസിനെ എല്ലാവർക്കും അറിയാം. ഇവനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത അൻഡ്രിയോസിനെ എല്ലാവർക്കും അറിയാം. പക്ഷെ ഇത് കൊടുത്ത ബാലൻ്റെ പേരെന്തോ? ഈ സാധനം കൊടുത്ത ബാലൻ്റെ പേരെന്താ? ബാലനെന്നല്ല അവൻ്റെ പേര്. സിനിമയിലെ ബാർബറാം ബാലൻ എന്ന് പറയുന്ന പോലെ ഈ ബാലനെന്നല്ല അവൻ്റെ പേര്. അവൻ്റെ പേരെന്താ? അവൻ്റെ പേരറിയത്തില്ല. പേരില്ലാത്തവൻ്റെ പെരുമയാർന്ന ശുശ്രൂഷ. അവൻ്റെ പേര് ഇന്നായിരുന്നെങ്കിൽ അവൻ പറഞ്ഞില്ലേ, ഒരു അപ്പനെങ്കിലും പറഞ്ഞേനെ, എൻ്റെ മോൻ കൊടുത്ത അപ്പം കൊണ്ടാണ് ഇവന്മാർ തിന്നിട്ട് പോയത്, അറിയാമോ? ഞാൻ ഇടയ്ക്ക് ഒരു പള്ളി പെരുന്നാളിൻ്റെ ഒരു പള്ളിയിൽ ചെന്നു. അവിടെ 3 കുർബാന. എൻ്റെ സൈഡിൽ 2 ചെറുപ്പക്കാർ കൊച്ചച്ഛന്മാർ. കുർബാനയെല്ലാം കഴിഞ്ഞ് കൈമത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരപ്പച്ചൻ പറയുക, ആ ഇടതുവശത്തേക്കുന്ന അച്ഛനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുക, ആ അച്ഛൻ ഇട്ടേക്കുന്ന കാപ്പ ഉണ്ടോ? അത് ഈ അച്ഛൻ ഷാർജായിൽ ചെന്നപ്പോൾ എൻ്റെ മോൻ കൊടുത്തതാ. അപ്പച്ചനെ വെടി പൊട്ടുന്ന പോലെ വിളിച്ചു പറയും. അത് കേട്ടോണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു, അത് ഊരി അപ്പച്ചനെ കൊടുത്തിരുന്നെങ്കിൽ വേണ്ടിയല്ല, അപ്പച്ചൻ തണുപ്പത്തിട്ടുകൊണ്ട് നടക്കട്ടെ. ഇതാണ് നമ്മുടെ ശുശ്രൂഷ. ഇവിടെയാണ് പേരില്ലാത്തവൻ്റെ പെരുമയാർന്ന ശുശ്രൂഷ. സ്നേഹിതരെ, പേരിന് വേണ്ടി മാത്രമുള്ള ശുശ്രൂഷ അല്ല ദൈവമക്കളുടെ ശുശ്രൂഷ. പക്ഷേ പേരൊക്കെ തന്നെത്താൻ വന്നുകൊള്ളും. ഇവിടെയാണ് 1ാമത്തെ ശുശ്രൂഷ, പേരില്ലാത്തവൻ്റെ പെരുമയാർന്ന ശുശ്രൂഷ. അവൻ്റെ കയ്യിലുള്ള സർവസ്വവും സന്നിധിയിൽ സമർപ്പിച്ചിട്ട് സമാധാനത്തോട് പോകുന്ന 5 അപ്പവും 2 മീനും സമർപ്പണം ചെയ്ത ബാലൻ. 2 പേരില്ലാത്ത 2ാമത്തെയാൾ. 2 രാജാക്കന്മാർ 5-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. 2 രാജാക്കന്മാർ 5-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഉറക്കെ വായിച്ചോ. ആരാം രാജാവിന്റെ സേനാധിപതിയായ നയമാൻ മുഖാന്തരം യഹോവ ആരാമിന് ജയം നൽകിയതുകൊണ്ട് അവന്റെ യജമാനൻ അവനെ മഹാനും മാന്യനുമായി എണ്ണി. അവൻ പരാക്രമശാലിയെങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. ആരാമ്യർ കവർച്ചപ്പടിയായി വന്നിരുന്നപ്പോൾ ഇസ്രായേൽ ദേശത്തു നിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് പോയിരുന്നു. അവൾ നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നു. അവൾ തന്റെ യജമാനൻ ആരാം രാജാവിൻ്റെ സേനാപതിയായ നയമാൻ. നിങ്ങൾക്ക് സംഭവം അറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല. ആരാം രാജാവിൻ്റെ സേനാധിപതി, സൈന്യത്തിൻ്റെ അധിപതിയാണ് നയമാൻ. ആ നയമാൻ പരാക്രമശാലിയായിരുന്നു, എങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. ഹി വാസ് എ മാൻ ഓഫ് വാലർ ബട്ട് എ ലെപ്പർ. കുഷ്ഠരോഗിയായിരുന്നു. അവിടെ ആരാമ്യർ പിടിച്ചുകൊണ്ടുവന്ന് കവർച്ചപ്പടിയായി കൊണ്ടുവന്ന കൂട്ടത്തിലൊരു പെങ്കൊച്ചുണ്ടായിരുന്നു. ആ പെങ്കൊച്ച് അവിടുത്തെ വീട്ടിലെ കാര്യങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കിയപ്പോൾ അവൾ കൊച്ചമ്മയോട് എന്ന് പറഞ്ഞു, കൊച്ചമ്മേ, ഈ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, പക്ഷേ ഇവിടുത്തെ സാറിനെന്തോ പ്രശ്നമുണ്ടോ? സാറിന് കുഷ്ഠരോഗമാണ്. കൊച്ചമ്മേ, ഞങ്ങളുടെ നാട്ടിലൊരു പ്രവാചകനുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്തൊന്ന് ചെന്നിരുന്നെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കുഷ്ഠരോഗം മാറുമായിരുന്നു. ഞാൻ കഴിഞ്ഞ വർഷം മാക്കാങ്കുന്ന് കൺവെൻഷനിൽ പ്രസംഗിച്ചപ്പോൾ ഓർപ്പിച്ചിരുന്നു. അന്ന് ഉണ്ടായിരുന്നവരുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഒരു വാക്ക് മാത്രം പറയട്ടെ. അവളെ എന്ന് പറഞ്ഞു അനുസരിച്ച് ഭാര്യ എന്ന് ഭർത്താവിനോട് പറഞ്ഞു, ഭർത്താവ് എന്ന് രാജാവിനോട് പറഞ്ഞു. രാജാവിൻ്റെ ഒരു റെക്കമെൻഡേഷൻ ലെറ്ററും
10 താലന്ത് വെള്ളിയും 100 ശേക്കൽ പൊന്നും 10 കൂട്ടം വിലകേറിയ വസ്ത്രങ്ങളും കൊണ്ട് രാജാവിൻ്റെ റെക്കമെൻഡേഷൻ ലെറ്ററും കൊണ്ട് ഇയാൾ അവിടെ പ്രവാചകൻ്റെ അടുത്തേക്ക് പോവാണ്. അവിടെ ചെന്നപ്പോഴേ വഴിക്ക് വന്നപ്പോഴേ അയാൾ ഒരാളെ വിട്ടിട്ട് പറഞ്ഞു, പോയി യോർദാൻ നദിയിൽ 7 പ്രാവശ്യം കുളിക്കാൻ. ആ ട്രീറ്റ്മെൻറ്റ് അയാൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അയാൾ വിചാരിച്ചത്, ഞാൻ വലിയ VIP ആയതുകൊണ്ട് പെട്ടെന്ന് ഇയാൾ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് എൻ്റെ കയ്യിൽ നിന്ന് എഴുത്ത് വാങ്ങിച്ച് വായിച്ച് കയ്യിലുള്ള പൊതിക്കെട്ടുകളെല്ലാം നോക്കി, ഇതെന്താ 10 താലന്ത് വെള്ളി, അതവിടെ ഇരിക്കട്ടെ, ഇതെന്താ, ഇത് 100 താലന്ത് 100 പൊന്ന്, അതവിടെ ഇരിക്കട്ടെ, ഇതെന്താ വില കൂടിയ വസ്ത്രങ്ങൾ, ഇതെല്ലാം വാങ്ങിയിട്ട് അയാൾ വന്ന് സുഖമില്ലാത്ത സ്ഥലത്തേക്ക് കൈയൊക്കെ ഒന്ന് ആട്ടി സുഖം തരുമെന്നാണ് വിചാരിച്ചത്. ഒന്നും ചെയ്തില്ല. പുള്ളി പറഞ്ഞു, പോയി കുളിക്കാൻ. ആ ട്രീറ്റ്മെൻറ്റ് അയാൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ മാന്യതയ്ക്ക് പറ്റിയ ട്രീറ്റ്മെൻ്റ് അല്ല. പുള്ളി ഉടക്കി അങ്ങ് പോയി. ചെന്ന് കഴിഞ്ഞിട്ടാണ് അയാൾ ചോദിക്കുന്നുണ്ട്, എൻ്റെ നാട്ടിൽ അബാന, പാറപ്പുറത്ത് തുടങ്ങിയ 1-ാം തരം നദികളില്ലേ, ഈ യോർദാനിൽ വന്ന് കുളിക്കേണ്ട കാര്യമുണ്ടോ? ഒടുവിൽ വേറൊരു ജോലിക്കാരൻ പറഞ്ഞതനുസരിച്ച് പോയി ചെയ്തു നോക്കി. 1 പ്രാവശ്യം പൊങ്ങി, ഒന്നും പറ്റിയില്ല. 2, 3, 4, 5, 6 പ്രാവശ്യം പൊങ്ങിയിട്ട് ഒന്നും സംഭവിച്ചില്ല. 7-ാം പ്രാവശ്യം അവൻ പൊങ്ങിയപ്പോൾ അവൻ്റെ ശരീരം ഒരു കുഞ്ഞിൻ്റെ ശരീരം പോലെ സുഖമായി മാറി. ഈ ലോകത്തിൽ ജീവിക്കുന്ന നമുക്ക് ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ നിന്നിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നതിൻ്റെ പൊന്നല്ല, ദൈവം പ്രതീക്ഷിക്കുന്നതിൻ്റെ വില കൂടിയ വസ്ത്രമല്ല, ദൈവം പ്രതീക്ഷിക്കുന്നത് നിൻ്റെ സംഭാവനകളല്ല. സംഭാവനകൾ വേണം പള്ളിയിലെയും കൺവെൻഷൻ്റെയും ഒക്കെ കാര്യങ്ങൾ നടക്കാൻ. പക്ഷേ ദൈവം അതിലുപരിയായി പ്രതീക്ഷിക്കുന്നത് എൻ്റെയും നിൻ്റെയും ശുദ്ധീകരണമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് പോയി കുളിക്കാൻ. ഈ കൺവെൻഷൻ യോഗങ്ങളെല്ലാം നമ്മെ കുളിപ്പിച്ചെടുക്കാനുള്ള ശുശ്രൂഷകളാണ്, നമ്മെ ശുദ്ധീകരിച്ചെടുക്കാനുള്ള ശുശ്രൂഷകളാണ്. അങ്ങനെ നായമാൻ്റെ കുഷ്ഠരോഗം മാറി, സൗഖ്യമായി, സമർത്ഥനായി അവൻ മാറി. ഈ കഥ നിങ്ങൾക്ക്, ഈ സംഭവം എല്ലാവർക്കും അറിയാം. എന്നാൽ നയമാനെ ഈ വലിയവനായ പ്രവാചകൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ട ആളാരാണ്? ആരാണ് പറഞ്ഞു വിട്ടത്? ആ പെണ്ണിൻ്റെ പേരെന്താ? ആ അടിമപ്പെണ്ണിൻ്റെ പേര്? അവിടെ പേരില്ല. നയമാനെ കുഷ്ഠരോഗം മാറാൻ അവനെ പ്രവാചകൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ട ആ പെൺകുട്ടിയുടെ പേരില്ല. പക്ഷെ അവളുടെ ശുശ്രൂഷയുണ്ട്. അതാണ് പേരില്ലാത്തവരുടെ പെരുമയാർന്ന ശുശ്രൂഷയുടെ 2-ാം ഉദാഹരണം. അവളുടെ പേരില്ല, പക്ഷെ അവളുടെ ശുശ്രൂഷയുണ്ട്. അതുകൊണ്ട് നായ്മാൻ്റെ കുഷ്ഠരോഗം മാറി, സൗഖ്യമായി മാറി. സ്നേഹിതരെ, നമ്മുടെ ശുശ്രൂഷകൾ നിറപടിയായി ചെയ്യാവുന്ന ശുശ്രൂഷകൾ ചെയ്തുകൊള്ളുക. പക്ഷേ അവളുടെ കാര്യം ഇപ്പോൾ ഈ കോഴഞ്ചേരിയിലും പറയുകയാണ്. അവളുടെ പേരറിയത്തില്ല, പക്ഷേ അവളുടെ ശുശ്രൂഷയുണ്ട്. 3, തിരുവചനത്തിൽ പ്രതിപാദിക്കുന്ന പേരില്ലാത്തവരുടെ പെരുമയാർന്ന ശുശ്രൂഷ. വേദപുസ്തകത്തിൽ ഏത് പ്രസംഗകർ പ്രസംഗിച്ചാലും ത്യാഗത്തെക്കുറിച്ചും വേദനയെക്കുറിച്ചും സഹനത്തെക്കുറിച്ചും അസുഖത്തെക്കുറിച്ചും നഷ്ടങ്ങളെക്കുറിച്ചും കഷ്ടപ്പാടുകളെക്കുറിച്ചും ഒക്കെ പ്രസംഗിക്കുമ്പോൾ എല്ലാവരും പ്രതിപാദിക്കുന്ന ഒരു കഥാപാത്രമാണ് ആര്? ഊസ് എന്ന് പറയുന്ന ദേശത്തെ ഏറ്റവും വലിയ പണക്കാരനായിരുന്നു. ഇപ്പോൾ അവൻ്റെ പണമെല്ലാം നഷ്ടപ്പെട്ടു പോയി. അവൻ്റെ ആടുപാടുകളും മൃഗസമ്പത്തുക്കളും ഉണ്ടായിരുന്നു, എല്ലാം നശിച്ചുപോയി. അവൻ്റെ ശരീരം മുഴുവൻ വ്രണം പിടിപെട്ടു, ചാരത്തിൽ കിടന്ന് പട്ടിയെപ്പോലും ഉരുട്ടു. എല്ലാ പ്രസംഗകരും ഉദാഹരണം പറയുന്ന ആളാണ് ആര്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നവരാണ്. ആര്? ഇയ്യോബ്. ഇയ്യോബിൻ്റെ സഹിഷ്ണുതയെക്കുറിച്ച് എല്ലാവരും പറയുന്നു. എന്നാൽ അവിടെ വേറൊരു കഥാപാത്രമുണ്ട്, നെഗ്ലക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കഥാപാത്രം. ലോകത്തിൽ അവഗണിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലുള്ള ഒരു കഥാപാത്രം. നെഗ്ലക്റ്റഡ് ഇമോഷൻസ്, നെഗ്ലക്റ്റഡ് എക്സ്പീരിയൻസ്. വിജയിച്ചവരുടെ കഥകൾ മാത്രമേ നമ്മൾ പറയാറുള്ളൂ. പക്ഷേ ഓരോരുത്തരുടെ വിജയം ഉണ്ടാകുമ്പോൾ തന്നെ അതിൻ്റെ പുറകിൽ അധ്വാനിച്ച പേര് പോലും പരാമർശിക്കാത്ത ചില ആളുകളുണ്ട്. ആ വീട്ടിലൊരു കഥാപാത്രമുണ്ട്. ഇയ്യോബിന് എത്ര മക്കളുണ്ടായിരുന്നു?
അയ്യോ, നിങ്ങൾ നിസ്സംഗരായിട്ടിരിക്കണ്ട. യോബിന് എത്ര മക്കളുണ്ടായിരുന്നു? 10 മക്കൾ. ഈ 10 മക്കളെ പ്രസവിച്ചത് ഇയ്യോബാണോ അവൻ്റെ ഭാര്യയാണോ? അയ്യോ, അത് സംശയമുണ്ടോ? അല്ല, അച്ഛൻ ചോദിച്ചപ്പോൾ ഒരു സംശയം, അതിന് ഭാര്യയാണോ അയാളാണോ പ്രസവിച്ചത്? 10 മക്കളെ പ്രസവിച്ചതാണ്. ഇയ്യോബാണോ അവൻ്റെ ഭാര്യയാണോ? അവൻ്റെ ഭാര്യ. അവൾക്ക് വേദനയൊന്നുമില്ലേ? 10 മക്കളും പടപട പെടഞ്ഞ് ചത്തപ്പോ മരിച്ചു പോയപ്പോൾ ഒരമ്മയ്ക്ക് വേദനയില്ലേ? ഒരമ്മയ്ക്ക് വേദനയില്ലേ? ഒരു കുഞ്ഞിന് അസുഖം വന്നാൽ അപ്പനേക്കാൾ കൂടുതൽ ആദ്യം വേദനിക്കുന്നത് ആരാണ്? ആ അമ്മയാണ്. അമ്മയ്ക്ക് വേദനയൊന്നുമില്ലേ? മുഴുവൻ വസ്തുവും നഷ്ടപ്പെട്ടു, സകല പറമ്പും നഷ്ടപ്പെട്ടു, കിടക്കാടം നഷ്ടപ്പെട്ടു, കയറിക്കിടക്കാൻ ഇടവില്ലാത്ത അവസ്ഥയായി. അങ്ങനെ വരുമ്പോൾ ഒരു വീട്ടിലെ അമ്മയ്ക്ക് വേദനയില്ലേ? എന്തേ അവളുടെ കാര്യം മാത്രം പരാമർശിക്കാത്തത്? ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം വിജയിച്ചവൻ്റെ ചിത്രം മാത്രമാണ്. അവിടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നെഗ്ലക്റ്റഡ് എക്സ്പീരിയൻസ്. നെഗ്ലക്റ്റഡ് പോസിറ്റീവായിട്ട് ഒരു വാക്കുപോലും പറയാത്ത ഈ സ്ത്രീയെക്കുറിച്ചാണ്. അങ്ങനെ പറയാൻ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളങ്ങനെ പ്രതിപാദിക്കുന്നതിൻ്റെ കാരണം, ഇയ്യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇയ്യോബിൻ്റെ ഭാര്യ വന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണ് വാക്ക്? അവന്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു. ഈ ഒരു വാക്കാണ് അവളെ കൊള്ളാവുന്നവരുടെ പട്ടികയിൽ നിന്ന് മാറ്റി നിർത്തിയതിൻ്റെ അർത്ഥം, ഉദ്ദേശം. 8-ാമത്തെ വാക്കോട് വായിച്ചേ. 2-ാം അധ്യായം 8-ാം വാക്യം. 2-ാം അധ്യായം 8-ാം വാക്യം. അവർ ഒരു ഓട്ടിൻ കഷ്ണം എടുത്ത് തന്നെത്താൻ ചുരണ്ടിക്കൊണ്ട് ചാരത്തിൽ ഇരുന്നു. അവന്റെ ഭാര്യ അവനോട്. ടെസ്റ്റ്മെന്റ് ഓഫ് ജോബ് എന്നൊരു പുസ്തകമുണ്ട്. നമ്മൾ പ്രതിപാദിക്കുന്നത് നമ്മുടെ വ്യാഖ്യാനങ്ങളാണ്. ടെസ്റ്റ്മെന്റ് ഓഫ് ജോബ് എന്ന പുസ്തകത്തിൽ യഹൂദന്മാർ ഇയ്യോബിൻ്റെ പുസ്തകത്തെ പരാമർശിക്കുന്ന വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാനമുണ്ട്. എന്തുകൊണ്ടാണ് ഇയ്യോബിൻ്റെ ഭാര്യ അവനെ ഉപേക്ഷിച്ച് മരിച്ചു കളക എന്ന് പറയാനുള്ള കാര്യം? അത് ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ കുറവ് കൊണ്ടല്ല. പിന്നെ അവരെക്കുറിച്ച് അവർ തന്നെ പറഞ്ഞ് പ്രതിപാദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാ സമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ടു പോയി, കിടക്കാടമില്ലാതായിപ്പോയി, ശരീരം മുഴുവൻ വ്രണം പിടിപെട്ടു. ഇപ്പോൾ ചാരത്തിൽ കിടക്കുകയാണ് ഈ അച്ചായൻ. ഇപ്പോൾ പുള്ളിക്കാരൻ്റെ സമ്പാദ്യമായി ആകെ ഒരു ചെറിയ സാധനമേ ഉള്ളൂ. എന്താ സാധനം എന്നറിയാമോ? ഒരു ഓട്ട് കഷ്ണം. ഈ ഓട്ട് കഷ്ണം എന്തിനാ? ഇത് ചൊറിയാൻ, ഇങ്ങനെ ചിരണ്ടാൻ. ഇത് കണ്ടുകൊണ്ട് നിന്ന വേദനയോടെ ആ ഭാര്യയുടെ ഗതമാണിത്. എങ്ങനെ ജീവിച്ചിരുന്ന മനുഷ്യനാ, എന്ത് സൗകര്യത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യനാ. എനിക്കിത് കണ്ടുകൊണ്ടിരിക്കാൻ വയ്യ, നിങ്ങളാ ദൈവത്തെ ഉപേക്ഷിച്ചങ്ങ് മരിച്ചു കളക. വേദനയുടെ ആധിക്യത്താൽ ഒരു സ്ത്രീയുടെ വായിൽ നിന്ന് വന്ന വാക്കായിട്ടാണ് ടെസ്റ്റ്മെന്റ് ഓഫ് ജോബ് വിശദീകരിക്കുന്നത്. പക്ഷെ നമ്മൾ ആ സ്ത്രീയുടെ എക്സ്പീരിയൻസ് നെഗ്ലക്റ്റ് ചെയ്യുകയാണ്. അവരുടെ വാക്കിനെ നമ്മൾ വാട്ടിക്കൂട്ടുകയാണ്. ഇതാണ് നമ്മൾ അവളെ മോശക്കാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള കാര്യം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം, അവർ പ്രതിപാദിക്കുന്നത് ഇയ്യോബിൻ്റെ ഭാര്യ തൻ്റെ അവസാന നാളുകളായിപ്പോൾ ഇവൻ വയ്യാതെ ഇങ്ങനെ കിടക്കുക, എഴുന്നേക്കാൻ വയ്യ, വേറെ പണി ചെയ്യാൻ വയ്യ. ഇയ്യോബിൻ്റെ ഭാര്യ രാവിലെ ഇറങ്ങി പണിക്ക് പോകും. പണിക്ക് പോയി കഴിഞ്ഞാൽ ഒരാൾക്ക് ഭക്ഷണത്തിനുള്ള കാശ് കിട്ടും. ഒരാൾക്ക് ഭക്ഷണത്തിനുള്ള കാശ് കിട്ടിയാൽ അത് വാങ്ങി ഭർത്താവിന് കൊണ്ടുവന്ന് കൊടുക്കും. കൊടുത്തിട്ട് അവൾ പട്ടിണി കിടക്കും. ഒടുവിൽ ഒരിക്കൽ അവൾ ഒരു റൊട്ടിക്കടക്കാരൻ്റെ അവിടെ ചെല്ലുകയാണ്. അയാൾ പറഞ്ഞു, ഭക്ഷണം തരാം, നിൻ്റെ തലമുടി വെട്ടി ഇവിടെ തരണം. ഒരു യഹൂദ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏറ്റവും വിലപ്പെട്ടതാണ് തലമുടി. ആ തലമുടി വെട്ടി അവിടെ കൊടുത്തിട്ട് ഭക്ഷണം കൊണ്ടുവരികയാണ് തൻ്റെ ഭർത്താവിന് വേണ്ടി. അപ്രകാരം ത്യാഗത്തിൻ്റെ മൂർത്തിമദ്ഭാവമായിരുന്ന ഇയ്യോബിൻ്റെ ഭാര്യയാണ് ത്യജിക്കപ്പെട്ട സ്ത്രീയായി. അവിടെ നെഗ്ലക്റ്റഡ് ഇമോഷൻസ്. ഇന്നും വിജയിച്ചവരുടെ കഥകൾ മാത്രം നമ്മൾ പറയുമ്പോൾ അതിൻ്റെ പുറകിൽ വേദന അനുഭവിക്കുന്നവരുടെ കഥ പറയാറില്ല. ആ വീട്ടിലെ അച്ചായൻ വലിയ വിജയിച്ചെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പുറകിൽ വളരെ കഷ്ടപ്പെട്ട ഒരു പാവപ്പെട്ട ഭാര്യ കാണും. അവരുടെ കാര്യം ആരും പറയാറില്ല.
ഒരാൾ വിജയിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പോരിൽ കഷ്ടപ്പെട്ട അവൻ്റെ പാവപ്പെട്ട ഭാര്യ കാണും. ആ സ്ത്രീയുടെ കഥ ആരും പറയാറില്ല. വേദനയുടെ വിസ്മരിക്കപ്പെട്ടവരുടെ പ്രതീകമാണ് ഇയ്യോബിൻ്റെ ഭാര്യ. ആ സ്ത്രീയുടെ പേരെന്താ? അവരുടെ പേര് പോലും പരാമർശിക്കപ്പെട്ടിട്ടില്ല. സ്നേഹിതരെ, അന്നും ഇന്നും വിസ്മരിക്കപ്പെട്ടവരുടെ പ്രതിനിധിയായി നിലകൊള്ളുന്ന ആളാണ് ഇയ്യോബിൻ്റെ ഭാര്യ. അവളുടെ പേരില്ല, പക്ഷേ അവളുടെ ശുശ്രൂഷയുടെ ഭാഗമുണ്ട്. അതിലെ ഒരു വാക്കിൻ്റെ അറ്റം മാത്രം നമുക്കറിയാം. ആ വാക്കാണ് അവളെ നെഗറ്റീവായി കണക്ക് കൂട്ടുന്നതിൻ്റെ അർത്ഥം. ഇതാണ് തിരുവചനത്തിൽ പറയുന്ന പേരില്ലാത്ത മൂന്നാമത്തെ ആൾ. പക്ഷേ അവളുടെ പെരുമയാർന്ന ശുശ്രൂഷയെക്കുറിച്ച് നാം ഓർത്തിരിക്കേണ്ടതുണ്ട്. 4 മാർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. മാർക്കോസ് 5-ാം അധ്യായം 25 മുതൽ 34 വരെ 1-2 വാക്യങ്ങൾ മാത്രം വായിക്കാം. 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളവരായി പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശനായി തീർന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞു. പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു. ബാധ മാറി താൻ സ്വസ്ഥനായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. ഉടനെ യേശു തങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞു. തൻ്റെ വസ്ത്രം തൊട്ടത് ആരെന്ന് ചോദിച്ചു. ശിഷ്യന്മാർ അവനോട്, പുരുഷാരം നിന്നെ തിക്കുന്നത് കണ്ടിട്ട്. യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ വേള മാർക്കോസ് 5-ാം അധ്യായം 25 മുതൽ 34 വരെ വീട്ടിൽ വായിക്കുക. 12 വർഷമായി രക്തസ്രവ രോഗമുള്ള സ്ത്രീ. രക്തസ്രവ രോഗം എന്നുള്ളതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാകണമെങ്കിൽ ലേവ്യ പുസ്തകം 15-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാലേ അതിൻ്റെ ഗൗരവം മനസ്സിലാവുള്ളൂ. രക്തസ്രവ രോഗമുള്ള സ്ത്രീകൾക്ക് പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ അനുവാദമില്ല. അവർക്ക് ആളുകളിൽ നിന്ന് മാറി താമസിക്കണം. അവർ ആളുകളിൽ നിന്ന് മാറിപ്പോകണം. അവർക്ക് വീട്ടിൽ ഇരിക്കാൻ പാടില്ല. വീട്ടിലുള്ളവരാരും അവളോട് സംസർഗം ചെയ്യാൻ പാടില്ല. അവൾക്ക് അവിടെ കട്ടിലിൽ കിടക്കാൻ പാടില്ല. അവിടെ കസേരയിൽ ഇരിക്കാൻ പാടില്ല. അവർ കഴിക്കുന്ന പാത്രത്തിൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല. വായിച്ചു നോക്കിയേ, ലേവ്യ പുസ്തകം 15-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ വായിക്കാമോ? ഒരു സ്ത്രീക്ക് ഋതുകാലത്തല്ലാതെ രക്തസ്രാവം ഏറിയ ദിവസം ഉണ്ടാകും. ഒരു സ്ത്രീക്ക് സാധാരണ ഉള്ളതുപോലെ അല്ലാതെ രക്തസ്രാവം ഏറി വന്നാൽ, വായിച്ചോ, ഋതുകാലം കവിഞ്ഞ് സ്രവിക്കുകയോ ചെയ്താൽ അവളുടെ അശുദ്ധിയുടെ സ്രവകാലമൊക്കെയും ഋതുകാലം പോലെ ഇരിക്കണം. അവൾ അശുദ്ധയായിരിക്കണം. രക്തസ്രാവമുള്ള കാലത്തെല്ലാം അവൾ കിടക്കുന്ന കിടക്കയൊക്കെയും ഋതുകാലത്തിലെ കിടക്ക പോലെ ഇരിക്കണം. അവൾ ഇരിക്കുന്ന സാധനമൊക്കെയും ഋതുകാലത്തിലെ അശുദ്ധി പോലെ അശുദ്ധമായിരിക്കണം. അവ തൊടുന്നവനെല്ലാം അശുദ്ധനാകും. അവൻ വസ്ത്രം അലക്കി വെള്ളത്തിൽ കുളിക്കുകയും സന്ധ്യ വരെ അശുദ്ധനായിരിക്കുകയും വേണം. രക്തസ്രാവം മാറി ശുദ്ധിയുള്ളവളായാൽ അവൾ 7 ദിവസം എണ്ണിക്കൊള്ളണം. ആ അധ്യായം മുഴുവൻ നിങ്ങൾ വീട്ടിൽ വായിക്കണം. രക്തസ്രവ രോഗം ഒരു സാംക്രമിക രോഗമായിട്ടാണ് കണക്കൂട്ടിയത്. അങ്ങനെയുള്ള സ്ത്രീകൾക്ക് പൊതുജനങ്ങളുടെ ഇടയിൽ കയറാൻ പാടില്ല. അങ്ങനെയുള്ളവർക്ക് കട്ടിലിൽ കിടക്കാൻ പറ്റില്ല, കസേര ഇരിക്കാൻ പറ്റില്ല, എല്ലാവരും ഉപയോഗിക്കുന്ന പാത്രം ഉപയോഗിക്കാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അവർ മാറി താമസിക്കണം. 7 ദിവസം ക്വാറന്റൈൻ. നമുക്ക് ഈ ക്വാറന്റൈൻ എന്നുള്ള വാക്കൊക്കെ ഇപ്പോൾ പരിചയമുണ്ട്. എങ്ങനെ? നമുക്ക് പരിചയമായത് കൊറോണ വന്ന സമയത്താണ്. ഈ ക്വാറന്റൈൻ ലോ മുഴുവൻ ഉണ്ടായത് ലേവ്യ നിയമമനുസരിച്ചാണ്. ലെവിറ്റിക്കസിലെ നിയമമാണ് ഈ ക്വാറന്റൈൻ ലോ മുഴുവൻ. അവിടെ പറഞ്ഞത് അതാണ്. നമ്മളോടും പറഞ്ഞല്ലോ, അവിടെ 7 ദിവസത്തേക്ക് മാറി താമസിക്കണം. അവിടെ വിട്ട് ആരും പോകാൻ പാടില്ല. നമുക്ക് ഈ കൊറോണ വന്ന സമയത്ത് നമുക്കറിയാം, അവിടെ ഒരുത്തൻ്റെ വീടിൻ്റെ അവിടെ ചെന്ന് അവിടെ നോട്ടീസ് ഒട്ടിച്ചു, ഇവിടെ കൊറോണ ഉള്ളവനാണ്, ഇങ്ങോട്ട് ആരും വരരുത്. അവിടെ ഉണ്ടായിരുന്നവനെ കൊണ്ട് വെളിയിൽ ഗൾഫിൽ ജോലി ചെയ്തിരുന്ന പാവപ്പെട്ടവൻ അവിടെ ആകെ പ്രശ്നമാണെന്ന് പറഞ്ഞ് ഇവിടെ തിരിച്ചു വന്നപ്പോൾ അവനെ വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ല. അവൻ തട്ടുമുറത്ത് കയറി പാവപ്പെട്ടവൻ ഇങ്ങനെ പമ്മിയിരിക്കുകയാണ്. ഇവിടുന്ന് കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന പോലെ ഒരു തൊട്ടിക്കകത്ത് വല്ലതും കൊടുത്ത് മുകളിലോട്ട് വലിച്ച് അവൻ അവിടെ നിന്ന് പാവം കഴിച്ചിട്ട് അവിടുന്ന് എന്തോ ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ നിയമം അങ്ങോട്ട് വന്ന വഴിക്ക്, എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വന്ന വഴിക്ക് വന്നയാൾ കോഴഞ്ചേരിയിൽ ഒരു കടയിൽ കയറി ഉടനെ അവിടെ വന്ന് പരിശോധിക്കുകയാണ്. അവിടെ പോയപ്പോൾ അവൻ ധരിച്ചിരുന്ന മാസ്ക് പട്ടി എടുത്തുകൊണ്ട് പോയി. അതുകൊണ്ട് പട്ടി പോയിടത്തെല്ലാം പുറകെ പോവുകയാണ്.
ഈ അന്വേഷണങ്ങളെല്ലാം ഈ ക്വാറന്റൈൻ ലോ മുഴുവൻ ലേവ്യ നിയമത്തിലുള്ളതാണ്. അങ്ങനെയുള്ള പൊതുജനങ്ങൾക്ക് കയറാൻ പറ്റാത്ത സ്ഥലത്താണ് ഒരു സ്ത്രീ അതിൻ്റെ ഇടയിലേക്ക് ഇടിച്ചു കയറുന്നത്. തെറ്റായ കാര്യമാണ്. ഇതാണായിരുന്നു നിയമം. അപ്പോഴാണ് അവളുടെ ഉദ്ദേശം പതുക്കെ ഒന്ന് ചെന്നിട്ട് ആ വസ്ത്രത്തിൻ്റെ അറ്റത്ത് തൊട്ടിട്ട് സ്ഥലം വിടാമെന്നായിരുന്നു. പക്ഷേ വസ്ത്രത്തിൻ്റെ അറ്റത്ത് തൊട്ടിട്ട് തിരിച്ചു വരുമ്പോൾ കർത്താവ് തിരിഞ്ഞു നിന്നപ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എൻ്റെ തുണിയെ തൊട്ടത് ആരാണ്? എന്തൊരു ചോദ്യം! കർത്താവ് ഇത്രയും ആൾ ഇടിച്ചിടിച്ച് കയറുമ്പോൾ ചോദ്യം ചോദിക്കുന്നതിന് എന്തർത്ഥം? യേശു പറഞ്ഞു, എല്ലാവരും ഇടിച്ചതുപോലെയല്ല, പിന്നെ ഇവൾ എങ്കിൽ നിന്ന് ശക്തി കൊണ്ടുപോയിരിക്കുന്നു. പ്രിയപ്പെട്ട സ്നേഹിതരെ, അവൾക്ക് സൗഖ്യം വന്നു. അവൾക്കന്ന് അവൾ പേടിച്ച് പറിച്ച് നിൽക്കുക. കാരണം ഈ നിയമം എല്ലാം തെറ്റിച്ചതുകൊണ്ട് അവൾക്ക് പ്രശ്നമാകും. എന്നാൽ എല്ലാവരും എന്നെ തള്ളിയതുപോലെ അല്ല, എല്ലാവരും എന്നെ ഈ തള്ളുക എന്നൊക്കെ പറഞ്ഞാൽ ഇന്നിപ്പം വേറെ അർത്ഥമായി പോയില്ല. പണ്ട് നമ്മൾ തള്ളുക എന്ന് പറഞ്ഞാൽ നമ്മൾ റഷ് ഉണ്ടാക്കുക എന്നായിരുന്നു ഉദ്ദേശിച്ചത്. ഇപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം വേറെ ആയിപ്പോയി. അവൻ്റെ ഒരു തള്ള് വേറെ അർത്ഥമായി. പക്ഷേ പഴയ തള്ള് എല്ലാവരും ഇടിച്ചിടിച്ച് പോവുക. അപ്പോൾ പിന്നെ എന്താ ചോദ്യം? എല്ലാവരും ഇടിച്ചതുപോലെയല്ല. ഞാൻ പറയുന്നത് ക്ഷമിക്കണം, നമ്മളെല്ലാവരും അങ്ങ് കർത്താവിനെ ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് പോവുക. പക്ഷേ ഒരുത്തനും ശക്തി കിട്ടുന്നില്ല. ഇടിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. നമ്മുടെ വിചാരം ഇവനിപ്പം ഭയങ്കര ശക്തി, ഇവനാണ് സഭയുടെ ആൾ, ഇവനാണ് സഭയെല്ലാം ഇവൻ്റെ തലയിലാണ്. ചുമ്മാ പറയുന്നത് ഇതൊന്നുമല്ല. ഈ ഇടിക്കുന്നവനൊന്നും ശക്തി കിട്ടാനും പോകുന്നില്ല. പിന്നെ വിശ്വാസത്തോടെ സ്പർശിച്ച പാവപ്പെട്ട സ്ത്രീക്ക് സൗഖ്യം കിട്ടി. വിശ്വാസത്തോടെ സ്പർശിക്കുന്നവനാണ് സൗഖ്യം. ആ സ്ത്രീ സുഖം നേടിപ്പോയി. രക്തസ്രവക്കാരി സ്ത്രീ, അവളുടെ പേരെന്താ? അയ്യോ, ആ സ്ത്രീയുടെ പേരെന്താ? പേരൊന്നും അറിയത്തില്ല. ഒരു പേഷ്യൻ്റ് അവിടെ വന്ന് സുഖപ്പെട്ടെന്ന് മാത്രം അറിയാം. ആ പേഷ്യൻറ്റിൻ്റെ പേരറിയില്ല. അവളാണ്. പക്ഷെ അവളുടെ ശുശ്രൂഷ നമുക്കറിയാം. അവൾ വിശ്വാസത്തോടെ സ്പർശിച്ചിട്ട് ഭയത്തോടെ തിരിച്ചു പോവുകയാണ്. പക്ഷെ അവൾ ശക്തി നേടിയവളാണ്. സഹോദരങ്ങളെ, നമ്മുടെ ഈ കൂട്ടായ്മകൾ എന്തിനാണ്? വെറുതെ ഇടിക്കാനല്ല, പിന്നെ വിശ്വാസത്തോടെ സ്പർശിക്കാനാണ്. വിശ്വാസത്തോടെ സ്പർശിക്കുന്നവന് ശക്തി ലഭിക്കും. രക്തസ്രവക്കാരിയാണ്, പേരില്ലാത്ത നാലാമത്തെയാൾ. പക്ഷേ അവരുടെ ശുശ്രൂഷയുണ്ട്. അഞ്ചാമത് ഒരു കഥാപാത്രം, മത്തായി സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 15, 21 മുതൽ 28 വരെ. ആദ്യത്തെ 1-2 വാക്ക് വായിച്ചാൽ മതി. മത്തായി 15-ാം അധ്യായം 21 മുതൽ 28 വരെ. യേശു അവിടെ വിട്ട് സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ പ്രദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്ന് അവനോട്, കർത്താവേ, ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അവൻ്റെ ശിഷ്യന്മാർ അടുക്ക വന്ന്, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ട് വരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട്. എല്ലാവർക്കും അറിയാം, നമ്മൾ വലിയ നോമ്പിൻ്റെ ഒരു ദിവസം കനാന്യ സ്ത്രീയുടെ മകളുടെ ഭൂതം മാറാൻ വേണ്ടി നിലവിളിക്കുന്നതിൻ്റെ സംഭവം വായിക്കുന്നതാണ്. കർത്താവിൻ്റെ ശുശ്രൂഷ സമയം സോർ സീദോൻ എന്നീ സ്ഥലങ്ങളിലേക്ക് ചെന്നു. അതുവഴി ചെല്ലുമ്പോൾ കാണാം, ഒരു കനാന്യ സ്ത്രീ ഓടി വന്ന് പറഞ്ഞു, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ ചെയ്യണമേ. എന്താ അതിൻ്റെ പ്രശ്നം? എന്നാ മകൾക്ക് ഭൂതോപദ്രവം. കർത്താവ് കുറേ ഒഴിവൊഴിവുകളൊക്കെ പറഞ്ഞു. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾ കൊടുക്കുന്നത് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ ധാരാളം വ്യാഖ്യാനങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. എന്താണ് ഇവിടുത്തെ പ്രശ്നം? കനാന്യ സ്ത്രീ. എന്താണ് കനാന്യർ? ആരാണ് ഈ കനാന്യർ? കനാന്യർ ആരാണെന്നറിയണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 9-ാമത്തെ അധ്യായം. ഉൽപ്പത്തി പുസ്തകം 9-ാമത്തെ അധ്യായത്തിൽ നോഹയുടെ മക്കൾ ഷേം, ഹാം, യാഫെത്ത്. നോഹ ഈ ജലപ്രളയമെല്ലാം കഴിഞ്ഞ സമയത്ത്, ജലപ്രളയമെല്ലാം കഴിഞ്ഞപ്പോൾ അവിടെ കൃഷി ചെയ്ത് അവിടെ ആദ്യം മുന്തിരി ഉണ്ടായി, മുന്തിരിയുടെ വിളയുണ്ടായി. മുന്തിരിയുടെ ചാറ് കുടിച്ചപ്പോൾ നോഹയ്ക്ക് ബോധം പോയി. നോഹ കൂടാരത്തിൽ തുണിയില്ലായിരുന്നു. നോഹ കൂടാരത്തിൽ തുണിയില്ലായിരുന്നു. നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണം, ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം. അങ്ങനെ കൂടാരത്തിൽ തുണിയില്ലാതെ കിടക്കുമ്പോൾ ഈ കനാന്റെ അപ്പൻ ഹാം ഇത് കണ്ടു. അവൻ കണ്ടപ്പോൾ അപ്പൻ തുണിയില്ല കിടക്കുന്നു. അവൻ എന്ത് ചെയ്തെന്ന് പോകണം. അവൻ ചെന്ന് മറ്റവന്മാരെല്ലാം വിളി, എടാ 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 എളുപ്പം വാടാ, എന്താ ദേ അപ്പൻ തുണിയില്ല കിടക്കുന്നു, കാണണമെങ്കിൽ വാ.
വല്ല കാര്യമുണ്ടോ ഈ വൃത്തിയായിട്ട് ചേർക്കാൻ? അവൻ പോയി എല്ലാവരെയും വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അവൻ്റെ മറ്റേ 2 സഹോദരന്മാർ ഒരു ബെഡ്ഷീറ്റ് എടുത്തുകൊണ്ട് വന്ന് അങ്ങോട്ട് നോക്കാതെ അത് മൂടിക്കളഞ്ഞു. നേരം വെളുത്ത് ബോധം വന്നപ്പോൾ നോഹ ഇന്നലത്തെ കഥയെല്ലാം മനസ്സിലായി. അപ്പോൾ അയാൾ മനസ്സിലാക്കി ഇത് ചെയ്തത് ഹാമാണ്. അപ്പോൾ നോഹ പറയുന്നതാണ്, ഹാമിൻ്റെ തലമുറ കനാൻ ശപിക്കപ്പെട്ടവൻ. അങ്ങനെയാണ് കനാന്യർ ശപിക്കപ്പെട്ടവരായി തീർന്നത്. അവരുടെ സന്തതി പരമ്പരയാണ് ഈ സ്ത്രീ. അതാണ് ഒരു കനാന്യ സ്ത്രീ. കനാന്യ സ്ത്രീ ശപിക്കപ്പെട്ട കനാന്യർക്ക് ജനറൽ പബ്ലിക്കിൻ്റെ ഇടയിലേക്ക് വരാൻ അനുവാദമില്ല. അവർക്കിവിടേക്ക് വരാൻ മാർഗമില്ല. അവർ സോർസ് ചെയ്തവൻ സ്ഥലത്തെ പാർക്കാൻ സമയമുള്ളൂ. അവരിവിടോട്ട് വരാൻ മാർഗമില്ല. പക്ഷേ ഒരു സ്ത്രീ ഇതൊന്നും നോക്കാതെ ചാടിക്കേറി വരിക, ദാവീദ് പുത്ര കരുണ തോന്നണേ, എൻ്റെ മകൾക്ക് ബോധബാധ. ഇന്ന് അനേകം മാതാപിതാക്കളുടെ വിളി തങ്ങളുടെ മക്കൾക്കേ ഓർത്താണ്. എൻ്റെ മകൾക്ക് ഭൂതബാധ. ആറ്റുനോറ്റ് വളർത്തിയ പയ്യൻ സ്വന്തം തന്തയെ തള്ളയെ കുത്തിക്കീറാൻ മടിയില്ലാത്ത മക്കൾ. മക്കളെ ബാധിച്ചിരിക്കുന്ന ഭൂതം, അതാണായാലും പെണ്ണായാലും അവരെ ബാധിച്ചിരിക്കുന്ന ഭൂതം. കഴിഞ്ഞ ദിവസം ഒരുത്തൻ അവൻ്റെ അമ്മയെ കുത്തിക്കുന്നു. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, എന്നെ ജനിപ്പിച്ചതിന്, എന്നെ പ്രസവിച്ചതിന്. കർത്താവ് പറഞ്ഞു, മുല കുടിപ്പിക്കാത്തവരും പ്രസവിക്കാത്തവരും ഭാഗ്യമുള്ളവർ എന്ന് പറയുന്ന കാലം വരും. ആ സ്ഥിതിയിലേക്ക് ലോകം മാറുകയാണിന്ന്. മക്കളെ ബാധിച്ചിരിക്കുന്ന ഭൂതം, അനേകം മക്കളെ ബാധിച്ചിരിക്കുന്ന ഭൂതം കൊണ്ട് വേദനയോട് കഴിയുകയാണ് അനേകർ. ഇവിടെ ഇരിക്കുന്നവരും മക്കളില്ലാത്തവർക്ക് മക്കളില്ല എന്നുള്ള ദുഃഖം ഉണ്ടാവാം. പക്ഷെ അതിലുപരിയായി മക്കളെ ബാധിച്ചിരിക്കുന്ന ഭൂതം, നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ടൈപ്പ് പുതിയ പുതിയ ഭൂതങ്ങൾ. ഇത്രയുമുള്ള ഒരു ചെറിയ മൊബൈലിലൂടെ കയറി വരുന്ന എത്രയോ പ്രശ്നങ്ങൾ, എത്രയോ കുടുംബങ്ങൾ തകർത്ത് തരിപ്പണമാകുന്ന അവസ്ഥകൾ. ബാധിച്ചിരിക്കുന്ന ഭൂതം, ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഭൂതം. കോഴഞ്ചേരി കഴിഞ്ഞ നാളുകളിൽ കണ്ടിട്ടില്ലാത്ത ഭൂതമാണ് ഇന്നും നമ്മുടെ മക്കളെ ബാധിച്ചിരിക്കുന്ന ഭൂതം. ഇത് നമ്മൾ കാണുന്നതിലും സ്വപ്നം കാണുന്നതിനേക്കാളൊക്കെ ഉപരിയാണ്. അതുകൊണ്ട് എന്താ ചെയ്യുക? അതിന് ചെയ്യാൻ പറ്റുന്നത് ഈ സ്ത്രീ വന്ന് പറയുക, കർത്താവേ എൻ്റെ മോളോട് സുഖം തരണം, അവൾക്ക് സൗഖ്യം തരണം. അതുകൊണ്ടാണ് ദുഃഖവെള്ളിയാഴ്ച കർത്താവിൻ്റെ പുറകെ നടന്ന് കരഞ്ഞ സ്ത്രീകളോട് യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ കരച്ച് ഓർത്ത് കരയൊന്നും വേണ്ട. അയ്യോ കർത്താവെ, ആടി അടിച്ചല്ലോ, ഇത്രയും കുന്തം കൊണ്ട് കുത്തിയല്ലോ, നീ അതേക്കുറിച്ചൊന്നും ഓർത്ത് വേദിക്കേണ്ട, അത് ഞാൻ നോക്കിക്കോളാം. നീ പോയി ഒരു പണി എന്ത് ചെയ്യണം? നീ ഒരു പണി ചെയ്യണം. എന്ത് ചെയ്യണം? നീ പോയി കഞ്ഞി കുടിക്കാനല്ല, പിന്നെ നീ പോയി നിന്നെയും നിൻ്റെ മക്കളെയും ചൊല്ലി കര. തങ്ങളുടെ മക്കളെ ഓർത്ത് കരയാനുള്ള കാലമാണിത്. അതിനുള്ള കാലഘട്ടമാണിത്. ഈ 2025 തങ്ങളുടെ തലമുറയെ ഓർത്ത് കരയാനുള്ള സമയമാണ് സ്നേഹിതരെ. ഇവിടെയാണ് ആ സ്ത്രീ പറയാണ്, എൻ്റെ ഭാഷയിൽ പറഞ്ഞ, കർത്താവേ, ഞങ്ങളുടെ ഏതോ വല്യപ്പൻ ചെയ്ത കുഴപ്പം കൊണ്ട് പറ്റിപ്പോയ ശപിക്കപ്പെട്ടവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ തലമുറയായി ശപിക്കപ്പെട്ടവരാണ്. ഞങ്ങളുടെ ഒരു വല്യപ്പൻ ചെയ്ത കൊള്ളരായ്മ കൊണ്ട് പറ്റിപ്പോയ ശാപത്തിന് അടിമകളായവരാണ് ഞങ്ങൾ. പക്ഷേ ഞങ്ങളുടെ തലമുറകളായി ശപിക്കപ്പെട്ട ഞങ്ങളുടെ ശാപം മാറ്റാൻ നിന്നെക്കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. നീ എൻ്റെ മകളും ഇതാ ശപിക്കപ്പെട്ടതായി മാറിയിരിക്കുക, മാറ്റണേ. നമ്മുടെ ശാപം മാറാൻ, തലമുറകൾക്ക് കിട്ടിയിട്ടുള്ള ശാപം മാറാൻ, നിൻ്റെ പൂർവന്മാർ ചെയ്തിട്ടുള്ള കൊള്ളരുതായ്മകൾ കൊണ്ടുള്ള ശാപം നിൻ്റെ കുടുംബത്തെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറാൻ ആകെ മാർഗം ഉടയവൻ്റെ മുമ്പാകെയുള്ള നിലവിളിയാണ്. അതാണ് ആ സ്ത്രീ വിളിച്ച് നിലവിളിക്കുന്നത്. കനാന്യ സ്ത്രീയുടെ നിലവിളി. യേശു അവളുടെ മകളുടെ ഭൂതോപദ്രവം മാറ്റിക്കൊടുത്തു. അതുകൊണ്ട് ആദ്യം കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവസാനം അവൾക്ക് സൗഖ്യം കൊടുക്കുകയാണ് അവളുടെ മകൾക്ക്. സ്നേഹിതരെ, ഈ കർത്താവിൻ്റെ പുറകെ നടന്ന് ഈ അനുഗ്രഹം മേടിച്ച സ്ത്രീയുടെ പേരെന്താ? അവളുടെ പേരെന്താ? തലമുറകളുടെ ശാപം മാറ്റാൻ പുറകെ നടന്ന് നിലവിളിച്ച സ്ത്രീയുടെ പേര്, അവളുടെ പേര് ഇല്ല. കനാന്യ സ്ത്രീ എന്നേ ഉള്ളൂ. പക്ഷേ അവളുടെ പേരില്ല. പക്ഷേ അവളുടെ ശുശ്രൂഷയുണ്ട്. നിലവിളിക്കാനുള്ള, നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നിലവിളിക്കാനുള്ള സമയമാണിത്. ഒരു കാലത്ത് നമുക്ക്
പട്ടിണി ഓർത്ത് നിലവിളിക്കണമായിരുന്നു, ദാരിദ്ര്യം കൊണ്ട് നിലവിളിക്കുമായിരുന്നു. ഇന്ന് അതല്ല പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് തിരുവചനത്തിൽ പറയുന്ന 5-ാമത്തെ പേരില്ലാത്തവരുടെ ശുശ്രൂഷയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ പ്രസംഗം അവസാനിപ്പിക്കും. 6th and last 2 രാജാക്കന്മാർ 4-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. 2 രാജാക്കന്മാർ 4-ാം അധ്യായം 1 മുതൽ 7 വരെ. ചാരിയറിയൻ അത് ആദ്യത്തെ ചില വാക്യങ്ങൾ വായിച്ചാൽ മതി. 2 രാജാക്കന്മാർ 4-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി ഏലിശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എൻ്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഏലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം? പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. 1 ഭരണി എണ്ണയല്ലാതെ അടിയൻ്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. അതിന് അവൻ, നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറവായിരിക്കരുത്. പിന്നെ നീയും നിന്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് ഒരു ഭാഗത്ത് മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞു. അവൾ അവനെ വിട്ടു ചെന്ന് തൻ്റെ മക്കളോടുകൂടെ അകത്ത് കടന്ന് വാതിലടച്ചു. അവർ അവളുടെ അടുക്കൽ പാത്രങ്ങളെ വെച്ചു കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു. പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തൻ്റെ മകനോട്, ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ അവളോട്, പാത്രമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എണ്ണ നിന്നുപോയി. അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു. നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി പ്രവാചക ശിഷ്യൻ്റെ ഭാര്യ ഏലീശ പ്രവാചകൻ്റെ അടുത്ത് എന്ന് പറയുകയാണ്, സർ, എൻ്റെ ഭർത്താവ് ഒരു ദൈവഭക്തനായ നിൻ്റെ ശുശ്രൂഷകനായിരുന്നല്ലോ. അതെ. എൻ്റെ ഭർത്താവിനെ അറിയാമല്ലോ. അറിയാം. സാറിൻ്റെ ശിഷ്യനായിരുന്നല്ലോ. അതെ യജമാനെ. പക്ഷെ ഒരു പ്രശ്നം, അദ്ദേഹം മരിച്ചുപോയി. അറിയാമല്ലോ. അറിയാം. പക്ഷെ അദ്ദേഹം മരിച്ചതിന് ശേഷം കടക്കാരന്മാരെല്ലാം ഞങ്ങളുടെ വീട്ടിൽ വന്ന് വീട് ജപ്തി ചെയ്യാണ്. എന്നെയും കുഞ്ഞുങ്ങളെയും പിടിച്ചുകൊണ്ട് പോവാ. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. കടബാധ്യത കയറി തലക്കേറി മുടിഞ്ഞു. ഒരു ദൈവ ശുശ്രൂഷക്കാരൻ്റെ ഭാര്യ, എൻ്റെ ഭാഷയെ പറഞ്ഞ ഒരച്ഛൻ്റെ കൊച്ചുമ്മ ചെന്ന് കരയുക, അല്ലെങ്കിൽ ദൈവ ശുശ്രൂഷ ചെയ്ത ഒരു ശുശ്രൂഷകൻ്റെ ഭാര്യ എന്ന് പ്രവാചകനോട് പറയുക. ആ വീട്ടിലെ ദാരിദ്ര്യം, കടബാധ്യത, അതിന് 2-3 കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കാൻ. ഒന്നാമത്തെ കാര്യം, പ്രവാചകൻ്റെ ശിഷ്യൻ്റെ കുടുംബത്തിലെ ബാധ്യതയുടെ കാരണം, അടിസ്ഥാന കാര്യം 3-4 വാക്കുകളാണ്. 1, പ്രവാചക ശിഷ്യൻ നല്ലൊരു ദൈവമനുഷ്യനായിരുന്നു, പക്ഷേ തൻ്റെ കുടുംബം നോക്കിയില്ല. ഞാൻ ഉൾപ്പെടെയുള്ള വൈദികർക്കും ദൈവശുശ്രൂഷകർക്കും നമ്മുടെ ശുശ്രൂഷ നിറപടിയായി ചെയ്യുന്നതോടൊപ്പം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കുടുംബത്തെ നോക്കാനുള്ള കടപ്പാടും ഉണ്ട്. വെറുതെ കറങ്ങി നടന്നാൽ പോരാ. നമ്മുടെ ശുശ്രൂഷയുടെ ഭാഗമാണത്. നാട്ടുകാരുടെ എല്ലാ നന്മകളും നോക്കി അവരെ എല്ലാം നന്നാക്കി, പക്ഷെ നിൻ്റെ വീട് കൂത്താട്ടോളമാക്കി ഇടാനുള്ളതല്ല. പ്രവാചക ശിഷ്യൻ്റെ ഭാര്യയ്ക്ക് പറ്റിയ പ്രശ്നം ഇതാണ്. അവരുടെ വീട്ടിലെ പ്രശ്നം, പ്രവാചക ശിഷ്യൻ കുടുംബം നോക്കിയില്ല, പക്ഷേ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കി. 2, പ്രവാചക ശിഷ്യൻ്റെ മാത്രം പ്രശ്നമല്ല, ഭാര്യയ്ക്കും പ്രശ്നമുണ്ട്. എന്താ ഭാര്യയുടെ പ്രശ്നം? ഒരു വീട്ടിലെ പ്രതിസന്ധി എന്താണെന്ന് ഭാര്യയും അറിഞ്ഞിരിക്കണം. വീട്ടിലെ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് ഭർത്താവ് മാത്രമല്ല ഭാര്യയും അറിഞ്ഞിരിക്കണം. ഒരു ഭാര്യ വീട്ടിലെ ഭാര്യയായിരിക്കുന്നത് വീട്ടിൽ മെഴുക്കുവരട്ടി വെക്കാനും തോരൻ വെക്കാനും അവിയൽ വെക്കാനും പാത്രം കഴുകാനും മാത്രമല്ല. പിന്നെ നിങ്ങൾ കല്യാണത്തിന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭാര്യയും ഭർത്താവിനെയും പരസ്പരം കൈപിടിപ്പിച്ചിട്ട് പറയുന്നൊരു വാക്കുണ്ട്. എന്ത്? ഞങ്ങൾ നിങ്ങളെ പരസ്പരം വരമേൽപ്പിക്കുന്നു, നിങ്ങൾ 2 പേരോട് നോക്കി കാര്യങ്ങൾ നോക്കി ചെയ്തോണം എന്നാണ്. ഈ ഭാര്യ വീട്ടിലെ സ്ഥിതി എന്താണെന്ന് അന്വേഷിച്ചില്ല. അയാളുടെ പ്രശ്നം, അയാളുടേതൊന്നും വീട്ടിൽ പറഞ്ഞതുമില്ല. ഇന്ന് ഈ കൺവെൻഷൻ വന്നിരിക്കുന്ന നിങ്ങൾ വലിയ ദൈവവചനം പഠിച്ചില്ലെങ്കിലും വേണ്ടില്ല, അത്യാവശ്യം അവനവൻ്റെ വീട്ടിൽ പാലിക്കേണ്ട ചില ധാർമ്മിക അടിസ്ഥാന പ്രമാണങ്ങൾ, വീട്ടിലെ വരവുകളും ചെലവുകളും കാര്യങ്ങളും പരസ്പരം ഭാര്യയും ഭർത്താവും അറിഞ്ഞിരിക്കണം. ഈ കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രത്ത് വളരെ പ്രഗത്ഭനായ ഒരു ഡോക്ടർ മരിച്ചു. എൻ്റെ ഒരാകുന്ന ബന്ധു കൂടിയാണ്. വളരെ പ്രഗത്ഭനായ ഒരു ഡോക്ടർ മരിച്ചു. പ്രതീക്ഷിക്കാത്ത സമയത്താണ് മരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ 2 ദിവസം കഴിഞ്ഞപ്പോൾ, എൻ്റെ മകനൊരു ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ കൂടെയാണ്, അവൻ്റെ അടുത്ത് വന്ന് ഓടി പറഞ്ഞു, മോനെ എന്താ, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, എവിടൊക്കെ സ്ഥലമുണ്ടെന്ന് അറിഞ്ഞുകൂടാ, എവിടൊക്കെ പറമ്പുണ്ടെന്ന് അറിഞ്ഞുകൂടാ, എവിടൊക്കെ വീടുണ്ടെന്ന് അറിഞ്ഞുകൂടാ,
എവിടെയൊക്കെ അക്കൗണ്ട്സ് ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ, എവിടെയൊക്കെ പണം ഇട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ, എവിടെയൊക്കെ ഡെപ്പോസിറ്റ്സ് ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ, ഒന്നും അറിഞ്ഞുകൂടാ. നിലാവത്ത് അഴിച്ചുവിട്ട കോഴിയെപ്പോലെ ഈ പാവപ്പെട്ട സ്ത്രീ നടക്കുക. അനേക വീടുകളിലെ സ്ഥിതി ഇതാണ്. ഒന്നും ഭാര്യയോട് പറയാത്ത ഭർത്താക്കന്മാരും ഒന്നും അന്വേഷിക്കാത്ത ഭാര്യമാരും. ഈ ചോരത്തിളപ്പിൽ നടക്കുന്ന എൻ്റെ നിങ്ങളുടെ എല്ലാം സ്ഥിതി ഒരു ദിവസം എപ്പോഴാണ് കൊളാപ്സ് ചെയ്യുന്നതെന്നറിയില്ല എന്ന സത്യം തിരിച്ചറിയണം. അതുകൊണ്ട് അവനവൻ്റെ വീടിൻ്റെ സ്ഥിതിഗതികൾ ഭാര്യയും ഭർത്താവും പരസ്പരം നിശ്ചയമായും അറിഞ്ഞിരിക്കണം. ഈ പ്രമാണം നമ്മൾ വലിയ വേദവാക്യം കാണാൻ പഠിച്ചില്ലെങ്കിലും അത്യാവശ്യമുള്ള ഈ അടിസ്ഥാന പ്രമാണങ്ങളെങ്കിലും ഓർജിരിക്കണം. എന്നിട്ട് അവിടെ പ്രവാചകൻ പറഞ്ഞു കൊടുത്ത ശുശ്രൂഷ എന്താണെന്നോ, നിങ്ങൾ ചെന്നിട്ട് ആ അയൽവക്കത്തെ വീട്ടിൽ നിന്നെല്ലാം പാത്രം മേടിക്കണം. മേടിച്ചിട്ട് വീട്ടിലെന്തുണ്ട്? ഒന്നുമില്ല, ഒരു കുപ്പിക്കകത്ത് ശകല എണ്ണ മാത്രമേ ഉള്ളൂ, അത് ഇതിനകത്തോട്ട് പകരുക. അയ്യോ എന്തോ പകരാനാ, 2 ഉള്ളിയേ ഉള്ളൂ. നീ ചെല്ലു സ്ത്രീയെ. ആ സ്ത്രീയും മോനും കൂടെ പെരയ്ക്കകത്ത് കയറി. ഓ, ആ ചെറുക്കനോട് പറഞ്ഞാൽ ഒന്നും കേൾക്കത്തില്ല സാറേ, ഞാൻ കയറുന്ന പെരയ്ക്കകത്ത് ആ ചെറുക്കൻ കയറത്തില്ല, അവനോട് കയറാൻ പറഞ്ഞാൽ അവൻ കയറത്തില്ല, അമ്മ കയറുന്ന മുറിയിൽ ചെറുക്കൻ കയറത്തില്ല, ചെറുക്കൻ കയറാൻ പറഞ്ഞാൽ അമ്മ കയറത്തില്ല. പിന്നെ എങ്ങനെ നിന്റെ വീട് നന്നാവും? 2 പേരോട് അവിടെ കയറി പണി. 2 പേർക്കൂടെ ഒരു ജോലി കൊടുത്തു. എന്നെ പകരാൻ പറഞ്ഞു. അവർ പറഞ്ഞു പാത്രമെല്ലാം വാങ്ങിച്ചു, അയൽവക്കത്തെ വീട്ടിൽ നിന്നെല്ലാം വാങ്ങിച്ച് എല്ലായിടത്തുനിന്നും വാങ്ങിച്ചു. ഇനിയുണ്ടോ? പാത്രം തീർന്നു പോയി. അയ്യോ, അയൽവക്കക്കാരൻ്റെ വീട്ടിൽ പാത്രം നോക്കിയാൽ ഞാൻ പോകത്തില്ല, അവർ എന്നോട് മിണ്ടത്തില്ല, ഞാനും അവനും കൂടെ പണ്ടേ പിണക്കുക. അവൻ വലിയ മതിലും കെട്ടി അതിൻ്റെ മണ്ടയ്ക്ക് കുപ്പിച്ചില്ലും വെച്ച് അതിൻ്റെ മുകളിൽ മുള്ളുവേലിയും വെച്ച് കിടക്കുക. അവിടെ വീട്ടിൽ നിന്ന് പാത്രം പിറക്കിയിട്ട് എനിക്ക് രക്ഷപ്പെടണ്ട, അങ്ങനെ കിടന്ന് മുടിയുന്നേ മുടിയട്ടെ. അയൽവക്കക്കാരനോട് ബന്ധമില്ല, സുഹൃത്തുക്കളോട് ബന്ധമില്ല, അയൽവക്കാരനോട് മിണ്ടത്തില്ല, മറ്റുള്ളവനോട് സംസാരിക്കില്ല. സ്നേഹിത, ഒരു കാര്യം മനസ്സിലോർത്തോ, നീ എത്ര മിടുക്കനായാലും എത്ര കേമനായാലും നിൻ്റെ അയൽക്കാരനും നിൻ്റെ സുഹൃത്തും നിൻ്റെ പ്രിയപ്പെട്ടവരുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്നതാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. നിനക്ക് വീട്ടുകാരുണ്ട്, ബന്ധക്കാരുണ്ട്, അവരൊക്കെ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഒരത്യാവശ്യം വന്നാൽ ഓടി വരാൻ നിൻ്റെ അയൽക്കാരനെ കാണുള്ളൂ. ഈ സത്യം നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. നമ്മൾ നമ്മുടെ ആളോട് മാത്രമേ മിണ്ടുള്ളൂ. ഞാൻ വൈകിട്ട് നടക്കാൻ പോയപ്പോൾ ഒരാളെ കഴിഞ്ഞ ദിവസം കണ്ടു. അയാളെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഗുഡ് ഈവനിങ്. പെട്ടെന്ന് നടന്നു പോവുക. അപ്പോൾ പുള്ളി ഗുഡ് ഈവനിങ് പറഞ്ഞിട്ട് തിരിഞ്ഞു നിന്ന് എന്നോട് പറഞ്ഞു, അച്ചോ ഞാനിപ്പോൾ ഈ സഭയിലില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ സഭയിലല്ല, ഞാനിപ്പം വേറൊരു കൂട്ടായ്മയില്ല. അതുകൊണ്ട് ഇയാളോട് ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് ഒന്നും പറയേണ്ട കാര്യമില്ല, ഞാനിപ്പം വേറൊരു സഭക്കാരനാണ്. ആയിക്കോട്ടെ, നീ ഒരു മനുഷ്യനല്ലേ, നിൻ്റെ സഭക്കാരനോട് മാത്രമേ നീ ഗുഡ് മോർണിംഗ് പറയത്തുള്ളൂ, നിൻ്റെ സഭക്കാരനോട് മാത്രമേ നീ ഗുഡ് ഈവനിങ് പറയത്തുള്ളൂ. നിൻ്റെ അയൽക്കാരനോട് പാത്രം പെറുക്കാൻ പറഞ്ഞപ്പോൾ നമ്മളാണെങ്കിൽ പറയും, എനിക്ക് അവൻ്റെ പാത്രം വേണ്ട, എനിക്ക് പെറുക്കാനും വയ്യ, അവൻ എന്നോട് മിണ്ടത്തുമില്ല, ഞാൻ പട്ടിണി കിടന്ന് തുറഞ്ഞാലും വേണ്ടില്ല. ഈ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടതാണ് ഇന്ന് സാമൂഹ്യ ബന്ധങ്ങൾ നഷ്ടപ്പെട്ട സമൂഹം. ഇവിടെയാണ് പക്ഷേ പ്രവാചക ശിഷ്യൻ്റെ ഭാര്യയുടെ കടം വീട്ടി അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായി. എന്താണ് ആ സ്ത്രീയുടെ പേര്? പ്രവാചക ശിഷ്യൻ എന്നേ ഉള്ളൂ. പ്രവാചക ശിഷ്യൻ്റെ പേരില്ല, പ്രവാചക ശിഷ്യൻ്റെ ഭാര്യയുടെ പേരുമില്ല. ഈ 6 പേരുടെ ശുശ്രൂഷകളാണ് ഇന്ന് രാത്രി ഞാൻ പങ്കുവച്ചത്. പേരില്ലാത്തവരുടെ പെരുമയാർന്ന ശുശ്രൂഷകൾ. 1, 5 അപ്പവും 2 മീനും നൽകിയ ബാലൻ്റെ ശുശ്രൂഷ. 2, നയമാനെ പ്രവാചകൻ്റെ അടുത്തേക്ക് അയച്ച അടിമപ്പെണ്ണ്. 3, വേദന കൊണ്ട് നിലവിളിച്ച ഭാരത്തിൽ കൂടെ നിന്ന ഇയ്യോബിൻ്റെ ഭാര്യ, പേര് പരാമർശിക്കപ്പെടാത്ത ആൾ. 4, രക്തസ്രവക്കാരിയായ 12 വർഷമായി രക്തസ്രവക്കാരിയായ സ്ത്രീ, ശക്തി പ്രാപിച്ച സ്ത്രീ. വീണ്ടും 5, കനാന്യ സ്ത്രീ, മകളുടെ ഭൂതം മാറാൻ നിലവിളിച്ചുകൊണ്ട് കടന്നു വന്ന കനാന്യ സ്ത്രീ. 6, കടബാധ്യത കൊണ്ട് നട്ടം തിരിഞ്ഞ പ്രവാചക ശിഷ്യൻ്റെ ഭാര്യ. സ്നേഹിതരെ, ശുശ്രൂഷകളുണ്ട്, പക്ഷേ പേരില്ല. എന്നാൽ ഇന്ന് രാത്രി നമ്മൾ ഇവരെ എല്ലാവരെയും ഓർക്കുകയാണ്. എഴുന്നേറ്റ് അവരവരായിരിക്കുന്ന സ്ഥലത്ത് പ്രകാശിക്കണമെങ്കിൽ പേരിന് വേണ്ടി മാത്രമുള്ള ശുശ്രൂഷ നിലനിൽക്കില്ല. നല്ല ശുശ്രൂഷകൾ എക്കാലവും നിലനിൽക്കും. ആ പേര് എന്നേക്കും നിലനിൽക്കും. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഈ മെൽത്തോ കൺവെൻഷൻ ശക്തമായി മുന്നോട്ട് പോകാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.